അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി കർത്താവിന് കോടാനുകോടി സ്തോത്രം അർപ്പിക്കുന്നു. 2026 മെയ് മാസം 15-ാം തീയതി വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 103-ാമത്തെ ക്ലാസ്സിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യ മഹത്വനാമത്തിൽ ഏവരെയും വന്ദനം ചൊല്ലുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത് യോഹന്നാനുണ്ടാകുന്ന 4-ാമത്തെ ആത്മവിശുദ്ധിയെക്കുറിച്ചാണ് നാം തുടർന്ന് ചിന്തിക്കുന്നത്. സംഭവിച്ചു തീർന്നു എന്നുള്ളതിനുള്ള ബന്ധത്തിൽ, ജീവനീരുറവയാകുന്ന ക്രിസ്തുവിനെ ഉള്ള ബന്ധത്തിൽ, ജീവന്റെ ഉറവിടമാകുന്ന ക്രിസ്തുവിനുള്ള ബന്ധത്തിൽ, നിത്യതയിൽ ആദമിൽ നിന്ന് ജനിക്കപ്പെട്ട സകല മനുഷ്യരും എവിടെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. അതിനെ 3ആയിട്ട് വിഭജിച്ച് നാം ചിന്തിച്ചിരുന്നു. ഒന്ന്, പഴയ പുതിയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന വിശുദ്ധന്മാരെക്കുറിച്ചും, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ പരമദേശ് പ്രാപിക്കുന്ന വിശുദ്ധന്മാരെക്കുറിച്ചും, ഇവരൊക്കെ ജീവനീരവെന്ന് കുടിപ്പാൻ യോഗ്യതയുള്ളവരാകുന്നു. എന്നാൽ ജീവനീരവരുടെ അവകാശികളായിത്തീരുന്നത് പുത്രത്വം പ്രാപിക്കുന്ന ജയാളികളാകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നത്. തുടർന്നുള്ള പഠനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ 4-ാമത്തെ ആത്മവിശുദ്ധിയിൽ ഈ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ അവര് നിത്യതയിൽ എവിടെ കാണുന്നു എന്നുള്ളതിൻ്റെ വിശദീകരണമാണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിത്യനരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്ന 2-ാം മരണത്തിൽ അടിമപ്പെട്ടു പോകുന്ന അവരെക്കുറിച്ച് പിന്നീടുള്ള യാതൊരുവിധമായ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വെളിപ്പാട് ലഭിക്കുന്നില്ല. കാരണം അതോടുകൂടി അവർ തീർന്നു. പിന്നെയും ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്, അങ്ങനെയുള്ളവർ നിത്യനരകാഗ്നിയിലേക്ക് തള്ളപ്പെടുമെന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവരെക്കുറിച്ചുള്ള വിവരണമില്ല. അപ്പോൾ നരകത്തിൽ പോയി, അഗ്നിനരകത്തിൽ പോയി എങ്ങനെ കഷ്ടം സഹിക്കുന്നെന്നോ എങ്ങനെ അവർ കിടക്കുന്നെന്നോ അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുന്നിട്ടില്ല. എന്നാൽ ദൈവമായി, ജീവനുമായി ബന്ധപ്പെടുന്ന ദൈവമക്കൾ എവിടെയായിരിക്കും നിത്യതയിൽ എന്നുള്ളതിനെക്കുറിച്ചാണ് ജീവനുള്ള നഗരത്തോടുള്ള ബന്ധത്തിലും പുതിയ ആകാശം പുതിയ ഭൂമിയിലെ സൃഷ്ടികളുള്ള ബന്ധത്തിൽ തുടർന്ന് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു നഗരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വെറുതെ പറയുകയല്ല ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പിമ്പിൽ മറിഞ്ഞിരിക്കുന്നത് മർമ്മമാണ് നാം ഇന്ന് രാത്രി ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതിനായി 4-ാമത്തെ ആത്മവിശുദ്ധിയിൽ പുതിയ യെരൂശലേമിനെ കുറിച്ചുള്ള വർണ്ണനയാണ് ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ 4-ാമത്തെ ആത്മവിശുദ്ധിയിൽ കാണുന്നത്. ഇതുവരെ കണ്ടിരുന്നത് മുഴുവനും നമുക്കറിയാം, പല നല്ല കാര്യങ്ങൾ കണ്ടു. കർത്താവിന് കുഞ്ഞാട്ട് കല്യാണം കണ്ടു, അവൻ്റെ രാജാഭിഷേകം കണ്ടു, അങ്ങനെ പല സ്വർഗീയ കാര്യങ്ങളോട് ബന്ധത്തിൽ കാണുമ്പോൾ അതുപോലെ തന്നെ മലകൾ രക്തം കൊണ്ട് ഒഴുകിപ്പോകുന്ന യുദ്ധങ്ങളെക്കുറിച്ചും, തീ കൊണ്ടിറങ്ങി ഭൂമിയെ ഭസ്മമാക്കുന്നതിനെക്കുറിച്ചും, ആകാശഭൂമി കത്തിയെഴുതിനെക്കുറിച്ചും, അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ഇനി സംഭവിപ്പാനുള്ള കാര്യങ്ങളുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എന്ന് പറയുന്നവരല്ല ദൈവമക്കൾ. എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുമെന്ന് ചോദിച്ചാൽ കൃത്യതയോടെ പറയുവാൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉത്തരം നൽകുന്നു. ഏതെങ്കിലും സാങ്കല്പികമായിരിക്കുന്ന കഥകളിൽ അല്ല നാം ആയിരിക്കുന്നത്. നമ്മുടെ കൈവശം ഇരിക്കുന്ന ഈ പുസ്തകത്തിൽ അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദിയിൽ തുടങ്ങുന്ന ദൈവവചനം നിത്യത്തിൽ എവിടെയായിരിക്കും, അതിൻ്റെ ദൈവവചനത്തിൻ്റെ മുഖാന്തരമായിട്ടുള്ള പ്രവൃത്തികൾ എന്തായിരിക്കും എന്നുള്ളത് വെളിപ്പെടുത്തിയാണ് ഈ ദൈവവചനം എഴുതി പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചും അതിൻ്റെ ദൈവിക പ്രവൃത്തികളെക്കുറിച്ചും അത് നിത്യതയിൽ കാണപ്പെടുന്നതിനെക്കുറിച്ചുമുള്ള വളരെ വ്യക്തമായ രചനയാണ് വെളിപ്പാട് പുസ്തകത്തിൽ അവസാന അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നാം കാണുന്ന 1-ാമത്തെ ഭൂമിയെക്കുറിച്ചുള്ള അതിൻ്റെ ഉൽപ്പത്തി വിവരണത്തെക്കുറിച്ചും അത് പാഴ്ശൂന്യമായി തീർന്നപ്പോൾ അതിനെ റിസ്റ്റോർ ചെയ്ത് അഥവാ അതിനെ പുനഃസ്ഥാപിച്ചെടുക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്ന് ഈ പുസ്തകം എഴുതി അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതിലൊക്കെ അപ്പുറമായിട്ട് നാം കാണുന്നത് ദൈവത്തിൻ്റെ കൃപയാലുള്ള ദൈവിക പ്രവൃത്തിയുള്ള ബന്ധത്തിൽ, നിത്യതയുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചുട്ടഴിയപ്പെടുവാനുള്ള
ഒന്നാമത്തെ ആകാശത്തെ ഒന്നാമത്തെ ഭൂമിയെക്കുറിച്ച് രേഖപ്പെടുത്തിയതെങ്കിൽ അത് എന്നേക്കും നിൽക്കുന്നതല്ല. ഒടുക്കത്തെ നാളിൽ ചുട്ടഴിയപ്പെട്ട് മൂലപദാർത്ഥം കത്തിക്കഴിഞ്ഞില്ലാതായിത്തീരുമ്പോൾ ഒരിക്കലും നശിക്കാത്ത നിത്യതയുള്ള ബന്ധത്തിൽ ഉള്ള പുതിയ ആകാശ പുതിയ ഭൂമിയും ജീവനുള്ള ദൈവനഗരത്തെയുമാണ് ഈ അവസാന അധ്യായങ്ങളിൽ വേദവസ്തു രേഖപ്പെടുത്തിയിരിക്കുന്നത്. എത്ര അടുക്കോടും ചിട്ടയോടും കൂടിയാണ് ദൈവവചനം അത് എഴുതി ക്രമീകരിച്ചിരിക്കുന്നത് എന്നത് നാം നോക്കുമ്പോൾ ഇതെവിടെയെങ്കിലും കൊണ്ട് എത്തിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽ എങ്ങനെയെങ്കിലും ഒരു അവസാനത്തിലേക്ക് എത്തിക്കുകയല്ല. ഇതിൻ്റെ പിമ്പിൽ വളരെ വലിയ ദൈവിക ആലോചന ഉണ്ടെന്നുള്ളത് ഈ വചനം വായിക്കുന്ന ഏവർക്കും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതിൻ്റെ നിസ്തുലത, അതിൻ്റെ ആ യഥാർത്ഥമായിരിക്കുന്ന വെളിപ്പാട്, ദൈവിക പരിജ്ഞാനത്തിൻ്റെ ഉദ്ദേശം നമുക്ക് ഈ അവസാന അധ്യായങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം നാലാമത്തെ ആത്മവിശുദ്ധിയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഒരിക്കലും അവസാനമില്ലാത്തതാണ്. അപ്പം ഇതിനു മുമ്പ് കണ്ട കാര്യങ്ങളുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അവസാനിച്ചടുത്ത് ആരംഭിക്കുന്നു. എന്നാൽ ഇത് തുടക്കമിട്ട് കഴിഞ്ഞാൽ പിതാവാം ദൈവത്തെ രാജ്യം പരമേൽപ്പിച്ചതോടുകൂടി എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുകയും അവിടുന്ന് പണിതിറങ്ങുന്ന ആ ദൈവനഗരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നൽകിയാണ് ദൈവവചനം എഴുതി പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടിന് വേണ്ടിയാണ് മനുഷ്യൻ സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശമാണ് തുടർന്നുള്ള ഭാഗത്തുകൾ. ഇപ്പം 3 നിലവാരത്തിലുള്ളവരെ നമ്മൾ മനസ്സിലാക്കി. ദൈവനിലവാരമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവർ അവർ നിത്യനരകത്തിലേക്ക് പോയി പിശാചിൻ്റെ കീഴിൽ അവരെ അന്ധതാമസിൽ എന്നേക്കും നിത്യദണ്ഡനത്തിലേക്ക് അകപ്പെടുമ്പോൾ ജീവനിരോർവയാകുന്ന വചനമായി ബന്ധമുള്ളവർ നിത്യതയിൽ കാണപ്പെടുന്നു. അവരിൽ സ്വർഗീയ തേജസ് പ്രാപിക്കുന്ന വിശുദ്ധന്മാരെ ജീവനുള്ള കല്ലായിരിക്കുന്ന ക്രിസ്തുവാകനോട് ചേർത്ത് പണിയപ്പെടുന്ന വിശുദ്ധ നഗരത്തിൽ അവരുടെ സ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ് ഈ 21-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തി. 29 മുതൽ ഉള്ള സുദീർഘമായ ഭാഗങ്ങളുള്ള ബന്ധത്തിൽ നമുക്ക് കാണുന്നത് 21 മുതൽ 21-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 27 വരെയുള്ള വാക്യങ്ങളുള്ള ബന്ധത്തിൽ കാണപ്പെടും. അപ്പോൾ 21-ാം അധ്യായം 9 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് അതിൽ 21 മുതൽ 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നാലാമത്തെ ആത്മവിശുദ്ധിയെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട് ഈ സ്വർഗദേശം പ്രാപിക്കുന്ന എവിടെയാണെന്ന് വെളിപ്പെടുത്തുന്നതാണ് 21-ാം അധ്യായത്തിൻ്റെ വാക്യഭാഗങ്ങൾ. 22-ാം അധ്യായത്തിൽ പുതിയ ആകാശ പുതിയ ഭൂമിയും അതിലേക്ക് പ്രവേശിക്കപ്പെടുന്ന സൃഷ്ടിയെക്കുറിച്ചുമാണ് 22-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ജീവനിരോധന ക്രിസ്തുവിനോട് ബന്ധപ്പെടുന്ന ദൈവമായിട്ട് ബന്ധമുള്ളവരെ അവര് നിത്യതയിൽ കാണപ്പെടുന്ന ദൈവനഗരത്തെക്കുറിച്ചും അതുപോലെ ഭൗമിക തേജസ് പ്രാപിക്കുന്നവർ ജീവിക്കുന്ന പുതിയ ആകാശ പുതിയ ഭൂമിയെക്കുറിച്ചുമാണ് 22-ാം അധ്യായത്തിൽ പ്രതിപാദനം ചെയ്യുമ്പോൾ ഇതിൻ്റെ അധ്യായത്തിൻ്റെ ക്രമീകരണം അല്ലെങ്കിൽ എൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പഠിക്കാൻ എളുപ്പമാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് പഠിക്കും. 22-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ഭൗമിക തേജസ് പ്രാപിക്കുന്നവരുടെ ബന്ധത്തിലാണ് 22-ാം അധ്യായം എഴുതിയിരിക്കുന്നത്. എന്നാൽ 21-ാം അധ്യായം രേഖപ്പെടുത്തിയ സ്വർഗീയ തേജസ് പ്രാപിക്കുന്നവർ എവിടെയാകുന്നു, അവരെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ അവരെവിടെയാണ് പുതിയ യെരൂശലേമിനുള്ള ബന്ധത്തിൽ എവിടെയായിരിക്കുന്നു എന്നതിനെക്കുറിച്ച് അത് നമുക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് 21-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 27 വാക്യങ്ങൾ. ഇവിടെ ഇപ്രകാരം രേഖപ്പെടുത്തി: അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇവിടെ പറയുകയാണ്, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. നമുക്ക് പ്രാരംഭ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത് പരാജിതയായി തീർന്ന ഹവ്വയാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ വരിക, ആദമിൻ്റെ ഭാര്യയായ ഹവ്വയെ കാണിച്ചു തരാമെന്ന് കാണിച്ചു തന്നാൽ അവിടെ കാണാൻ സാധിക്കുന്നത് കറുത്തിരുണ്ടുപോയ ഹവ്വയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. 1-ാം അധ്യായത്തിലേക്ക് അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോയാൽ ദൈവം സൃഷ്ടിച്ച ആദത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഹവ്വ, അവളാണ് ആദത്തിൻ്റെ ഭാര്യയായി തീർന്നത്.
ആ പ്രാരംഭ സമയത്ത്, ലോകാരംഭത്തിന്റെ സമയത്ത് ഹവയെ നോക്കിയാൽ തേജസ്സുണ്ടായിരുന്ന ഹവ, ആദം ഹവയും ദൈവതേജസ് നഷ്ടപ്പെടുത്തി മരണത്തിന് അടിമപ്പെട്ട് തേജസ്സില്ലാത്തവരായി അവർ നഗ്നരായി തീർന്നതിനെ കുറിച്ചാണ് കാണപ്പെടുന്നത്. എന്നാൽ ഈ പുസ്തകം എഴുതി അവസാനിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ദുരന്തം കൊണ്ടല്ല അവസാനിക്കുന്നത്. വരിക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒളിച്ചിരിക്കുന്ന ഒരാദത്തെയും ഹവിയുമല്ല നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത്. ഒടുക്കത്തെ ആദാമായിരിക്കുന്ന ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടത് മുഖാന്തരമായി, അവൻ മുഖാന്തരമായി വെളിപ്പെട്ടു വരുന്ന ആ പുതിയ യെരൂശലേം, അല്ലെങ്കിൽ ക്രിസ്തു മുഖാന്തരമായി ഉളവായിരിക്കുന്ന തേജസ്സുള്ള ദൈവനഗരത്തെ വെളിപ്പെടുത്തുകയാണ് ഈ പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പറയാണ്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി. യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. ഇപ്പോൾ വൻമലയിലെ നാലാമത്തെ ആത്മവിശുദ്ധ, ഇപ്പോൾ യോഹന്നാനുണ്ടാകുന്ന ആത്മവിശുദ്ധ ക്രിയ പത്മോസ് വെച്ച് ആത്മവിശുദ്ധ ഉണ്ടാകുന്നു. മരുഭൂമി വെച്ചുള്ള ആത്മവിശുദ്ധ ഉണ്ടാകും. പിന്നീട് സ്വർഗത്തിന്റെ വാതിൽ തുറന്നുള്ള ആത്മവിശുദ്ധയുണ്ട്. അതിനുശേഷമായി ഭൂമിയിലേക്ക് വന്നിട്ട് മരുഭൂമിയിലുള്ള ബന്ധത്തിലുള്ള ആത്മവിശുദ്ധയുണ്ട്. നാലാമത്തെ ആത്മവിശുദ്ധ എന്ന് പറഞ്ഞിരിക്കുന്നത് വൻമലയിലേക്ക് കൊണ്ടുപോയി യോഹന്നാനെ ദൈവത്തിന്റെ യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന് ഇറങ്ങുന്നതിനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെരൂശലേം എന്നതിന്റെ അർത്ഥം ഫൗണ്ടേഷൻ ഓഫ് പീസ് എന്നാണ്, ദൈവത്തിന്റെ സമാധാനം. യെരൂശലേം, ശലേം എന്ന് പറഞ്ഞ സമാധാനം. ജെറു എന്നതിന്റെ അർത്ഥം അടിസ്ഥാനം, അടിസ്ഥാനമായിരിക്കുന്ന സമാധാനത്തിന്റെ അടിസ്ഥാനം എന്നാണ് യെരൂശലേം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവ നഗരം സമാധാനത്തിന്റെ നഗരമാണ്. ഇവിടെ അങ്ങനെ ഒരൊറ്റ നഗരം പോലും ലോകത്തിലില്ല. പീസ്ഫുള്ളായിട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ദേശം, ഒരു പ്രശ്നമില്ലാത്ത ദേശമുണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഒരു കുറവുകളോ കുറ്റങ്ങളോ ഇല്ലാത്ത, എപ്പോഴും സമാധാനം മാത്രമുള്ള ഒരു ഭവനമുണ്ടോ, ഒരു രാജ്യമുണ്ടോ, ഒരു ദേശമുണ്ടോ, ഒരു പട്ടണമുണ്ടോ? ഇവിടെയൊക്കെ ലോക സംഘടനകൾ ലോകത്തിൽ സമാധാനത്തോടെയുള്ള രാജ്യങ്ങളുടെ പട്ടിക അവർ പ്രസിദ്ധീകരിക്കാറുണ്ട്. അതിൽ പല രാജ്യങ്ങളുടെയും പട്ടിക നോക്കുമ്പോൾ ഒരുപാട് പുറയിൽ കിടക്കുന്നത്. ചില രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെയാണ് സമാധാനത്തോടുള്ള ബന്ധത്തിലൊക്കെ ഒരു സ്വസ്ഥതയുള്ളത് പറയുന്നത്. പക്ഷെ ആ സ്ഥലങ്ങളിൽ പോലും നമ്മൾ ശരിക്കും നോക്കിയാൽ അവിടെ സമാധാനമൊന്നുമില്ല. മനുഷ്യൻ പാപപങ്കലമായി തീർന്ന ശേഷമായി അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ് സമാധാനം, അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ് സ്വസ്ഥത, അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ് സന്തോഷം. എന്നാൽ എല്ലാം മടക്കി നൽകുവാൻ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്ന ആ ജീവനുള്ള കല്ലായിരിക്കുന്ന ക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെടുന്നവരുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവികമായ നിത്യസമാധാനം. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്ന സമാധാനമല്ല, ലോകം തരുന്ന സന്തോഷമല്ല, ലോകം തരുന്ന ഒന്നുമല്ല ദൈവം തരുന്നത്. അത് നിത്യസമാധാനമാണ്, നിത്യസന്തോഷമാണ്. അപ്പം അതിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുമ്പോൾ ഇന്ന് നമുക്ക് കാണാം. യെരൂശലേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാണോ യെരൂശലേം നഗരം സ്ഥാപിക്കപ്പെട്ടത് അതിൻ്റെ ചുരുക്കം ചില വർഷങ്ങൾ, അഥവാ ശലോമോൻ്റെ കാലത്ത് മാത്രമാണ് അവിടെ അല്പം സ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീടുള്ള രാജാക്കന്മാർ വന്നു കഴിഞ്ഞപ്പോൾ പല സമയങ്ങളിലും ചില സമയങ്ങളിൽ സ്വസ്ഥത ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അതിനേക്കാൾ കൂടുതലായി അവിടെ പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത് കൂടിക്കൂടി വന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഭാരമായി തീർന്നുകൊണ്ടിരിക്കുക. സെക്രാവിൻ്റെ പ്രവചനം പറഞ്ഞപ്പോൾ പണ്ട് യെരൂശലേം എന്നുള്ളത് പലസ്തീനും അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾക്കുള്ളൊരു ശത്രുതയും അതിനുള്ള ഒരു ഭാരവും വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി. സെക്രാവിൻ്റെ പ്രവചനം പോലെ യെരൂശലേമിനെ കുറിച്ച് നോക്കുമ്പോൾ അത് ലോകത്തിന് തന്നെ ഒരു ഭാരമായി തീർന്നിരിക്കുകയാണ്, വലിയൊരു ഭാരമായി തീർന്നിരിക്കുക. അല്ലേ, ചെറിയൊരു രാജ്യം. പണ്ട് നമുക്ക് നോക്കുന്ന കാലഘട്ടങ്ങളിൽ നോക്കുമ്പോൾ പലസ്തീന്, സോരെ, മറ്റുള്ളവരെ, മിഥ്യാൻ, അവർ അങ്ങനെയുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ലല്ലോ. ലോകത്തിലുള്ള സർവ്വരാജ്യങ്ങളോടുള്ള ബന്ധത്തിൽ യെരൂശലേം ഒരു ഭാരമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നത് കാണുമ്പോൾ
ഇതെല്ലാം കാണിക്കുന്നത് ഭൗമികമായ യെരൂശലേം എന്നുള്ളത് ഇത് മഹാരാജാവായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വന്ന് മഹാരാജാവായി അവൻ വാഴുന്നതോട് കൂടിയാണ് അക്ഷരികമായിരിക്കുന്ന ദൈവരാജ്യം സ്ഥാപിതമാകുന്നത്. എന്നാൽ അതുകൊണ്ട് പൂർണ്ണമാക്കപ്പെട്ടിട്ടില്ല. കാരണം മരണം നീങ്ങിപ്പോകാത്തത് കൊണ്ട് ഒടുക്കത്തെ ശത്രുവായ മരണത്തെ നീക്കിക്കളഞ്ഞ് പൊതുവാന ഭൂമിയിൽ സമ്പൂർണമായിരിക്കുന്ന ദൈവ രാജ്യം, ദൈവ സ്വർഗരാജ്യത്തിലേക്ക് വിശുദ്ധ നഗരമാകുന്ന ദൈവസഭ ഇറങ്ങി വരുമ്പോൾ, വിശുദ്ധ മന്ദിരം വിശുദ്ധ നഗരം ഇറങ്ങി വരുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വരിക കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന്. ഇത് വായിക്കുമ്പോൾ നമ്മൾ വ്യാഖ്യാനിച്ചാൽ അത് ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലും മിസ്ഇൻറ്റർപ്രിട്ടേഷനും വരും. അപ്പം ഈ നഗരത്തെ കാണിച്ചിട്ട് കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ അത് ഈ ഇറങ്ങി വരുന്ന വിശുദ്ധ യെരൂശലേം കുഞ്ഞാടിന്റെ കാന്തയാണ് എന്ന് നമ്മൾ അങ്ങനെ വ്യാഖ്യാനിച്ചാൽ അത് തെറ്റിപ്പോകും. കാരണം ഈ ഇറങ്ങി വരുന്ന ഈ വിശുദ്ധ നഗരത്തിൽ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരുമുണ്ട്, പുതിയ നിയമത്തിലെ വിശുദ്ധന്മാരുമുണ്ട്. അതിനകത്ത് ഗോപുരങ്ങളുണ്ട്. ഗോപുരങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ ഗോത്രങ്ങൾ 12 പേരുള്ളത്. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ ഇത് മണവാട്ടിയാണ്, ഈ വിശുദ്ധ നഗരം മണവാട്ടിയാണ് എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആകെ തെറ്റിപ്പോയി. കർത്താവിന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന വിശുദ്ധ സഭയെ നില പറഞ്ഞിരിക്കുന്നത് മണവാട്ടിയെ പറഞ്ഞിരിക്കുന്ന സഭയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണോ ഇസ്രായേലിനെ ദൈവം വീണ്ടെടുത്തത്? അല്ല, തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചതാണ് ദൈവസഭ. അപ്പൊ അതുകൊണ്ട് ആരും ഈ വിശുദ്ധ നഗരമാണ് കുഞ്ഞാടിന്റെ മണവാട്ടി കാന്ത എന്ന് പറയരുത്, പഠിപ്പിക്കരുത്, ചിന്തിക്കരുത്, വ്യാഖ്യാനിക്കരുത്. അങ്ങനെ വ്യാഖ്യാനിച്ചാൽ അതിന് മതിലുണ്ട്, അതിന് ഗോപുരങ്ങളുണ്ട്. മതിലും ഗോപുരവും നഗരവുമുണ്ട്, മന്ദിരമുണ്ട്, അതിനകത്ത് വീതിയുണ്ട്. ഇങ്ങനെ ഇതിനെക്കുറിച്ച് 5 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഇപ്പം ഇവിടെ ഇത് മുഴുവനും കൂടുന്നതാണോ മണവാട്ടി? അല്ല, അതല്ല, അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് അങ്ങനെ വ്യാഖ്യാനിച്ചുള്ള പ്രശ്നമാണ് ഞാൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കരുത്. ഇപ്പോൾ വരിക, ഞാൻ കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചിരാന്ന് പറഞ്ഞിട്ട് അവനെന്നെ ആത്മവിശ്വതയിൽ കൊണ്ടുപോയി വൻമലയിൽ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസ്ഥനിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് മണവാട്ടിയെ കാണിച്ചു തരാമെന്നാണ്, കാന്തയായ മണവാട്ടിയെ കാണിച്ചത്. ഇപ്പോൾ കാന്തയായ മണവാട്ടിയെ കാണുമ്പോൾ യോഹന്നാൻ എന്തിനെയാണ് കാണുന്നത്? ഈ യെരൂശലേം വിശുദ്ധ നഗരം എന്ന ജീവനുള്ള യെരൂശലേം ദൈവ തേജസ്സുള്ളതായി സ്വർഗത്തിൽ നിന്ന് ദൈവസ്ഥനിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതായിട്ടാണ് അവൻ കാണിച്ചു തന്നത്. അപ്പോൾ ഈ യോഹന്നാനുണ്ടാകുന്ന ഈ 4ാമത്തെ ആത്മവിശ്വത ഉയർന്ന ഒരു വൻമലി വെച്ച് കാണുന്നത് ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ പൊതുവാന ഭൂമിയിലുള്ള ഭൗമികതയെ പ്രാപിക്കുന്ന ഷെഡിയിലേക്ക് ഇറങ്ങി വന്ന് വസിക്കുന്നതോടെ ഇനിമേലാർ സംഭവ പാഠശാല കാര്യങ്ങളാണ് പൂർത്തീകരിക്കുന്നത്. അപ്പോൾ കർത്താവ് ആ ഉണ്ടാക്കാനുള്ള ദിവസത്തിൻ്റെ പരിസമാപ്തിയുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് സമ്പൂർണ്ണതയാണ് കാണിക്കുന്നത്. ഈ യഹോവ ഉണ്ടാക്കുന്ന ദിവസം നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് പറയുന്ന യഥാർത്ഥമായ സന്തോഷം ഉണ്ടാകുന്നത് ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ, ഈ ഭൂമിയിൽ ഉൾപ്പെടാത്ത ഒരു ദിവസം സ്വർഗത്തിലുണ്ട്. അത് ദൈവത്താൽ ഉണ്ടാക്കപ്പെടുന്ന പുതിയ ആകാശ പുതിയങ്ങളുള്ള ബന്ധത്തിലുള്ള ദിവസമാണ്. അപ്പോൾ ഈ ശരിയായ രീതിയിൽ നമ്മളിതിനെ വ്യാഖ്യാനിക്കാൻ കാരണം എന്തുകൊണ്ട് ഇതിനെ നമുക്ക് ഒറ്റവാക്യത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ചാൽ, ഈ യോഹന്നാനോട് പറഞ്ഞത് നിന്നെ ഞാൻ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന്. അത് കണ്ടത് എന്താണ്? വിശുദ്ധ നഗരം ഇറങ്ങുന്നതായിട്ടാണ് കണ്ടത്. ഇപ്പൊ വിശുദ്ധ നഗരത്തെക്കുറിച്ച് തുടർന്ന് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇത് നിശ്ചയമായിട്ടും വിശുദ്ധ നഗരത്തിനകത്ത് പഴയ വിശുദ്ധന്മാർ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഗോത്രത്തിലെ പേര് വരത്തില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മണവാട്ടിക്കകത്ത് പഴയ വിശുദ്ധന്മാരുണ്ടെന്ന് പഠിപ്പിക്കേണ്ടി വരത്തില്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല എന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടി ഈ സ്വർഗീയ യെരൂശലേമുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തുമ്പോൾ അതിനകത്ത് സുപ്രധാനമായ പ്രാധാന്യത ദൈവ ആത്മാവ് കൊടുത്തിരിക്കുന്നത് മണവാട്ടി സഭയ്ക്കാണ്, മണവാട്ടിക്കാണ്. അപ്പം അതുകൊണ്ടാണ് അതിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് കാണാൻ പോവുകയാണെങ്കിൽ, നമ്മൾ ഡൽഹിയിലേക്ക് കാണാൻ പോവുകയാണെങ്കിൽ അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്.
നമ്മൾ ഡൽഹി കാണാൻ പോകുന്നു. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരിക്കും നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കുന്ന ഇന്ന സ്പോട്ട്, അതായത് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം അതുപോലെ ബാക്കിയുള്ള സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ ആ പ്രധാനപ്പെട്ട ഇതിനോട് ബന്ധത്തിലായിരിക്കും അറിയപ്പെടുന്നത്. നമുക്കറിയാം പല സ്ഥലങ്ങളും അറിയപ്പെടുന്നു. ഇപ്പോൾ ആഗ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ വേറെ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. പക്ഷെ അവിടുത്തെ അറിയപ്പെടുന്നൊരു വലിയൊരു കെട്ടിടമുണ്ട്, എല്ലാവർക്കും അറിയാം. അപ്പം അത് പറയുമ്പോഴേ അതിനൊരു റിലേഷൻ. അപ്പം അതിനകത്ത് പറയുന്നത് ആഗ്രയിൽ പോകാമെങ്കിൽ ഇന്നത് കാണാം, താജ്മഹൽ കാണാം. അവിടെ പ്രാധാന്യമുള്ള താജ്മഹലിനാണ്. ആഗ്രയിൽ അത് മാത്രമേ ഉള്ളൂ അല്ല, വേറെ എത്രയോ സ്ഥലങ്ങളുണ്ട്. ഓരോ സ്ഥലത്തിനും അതിൻ്റെ പ്രത്യേകതയിൽ അറിയപ്പെടുന്നുള്ളതുപോലെ ഈ സ്വർഗീയ യെരൂശലേമിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഭാഗം എന്നത് കുഞ്ഞാടിൻ്റെ മണവാട്ടിയാണ്, കാന്തയാണ്. അതിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വിശുദ്ധ നഗരത്തെ കുഞ്ഞാടിൻ്റെ കാന്ത എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കിനിയും കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. കർത്താവ് ജനിച്ചത് യഹൂദ ഗോത്രത്തിലാണ്. അപ്പം അതുവരെയും യഹൂദൻ എന്ന പേരിന് യാതൊരു പ്രസക്തിയോ പ്രാധാന്യതയോ ഇല്ലായിരുന്നു. ഇസ്രായേൽ എന്നറിയപ്പെട്ടിരുന്നത്. ഇവിടെ നമ്മൾ അരിച്ചുപറിക്ക് പഠിച്ചു കഴിഞ്ഞാൽ യഹൂദ വംശജനാകുന്നെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ എന്നുള്ള ബന്ധത്തിൽ ആണ് കൂടുതലായി പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ യഹൂദ രണ്ടായിട്ട് തിരിയുന്നു. ഇസ്രായേൽ ഗോത്രവും അതുപോലെ തന്നെ യഹൂദ ഗോത്രമായിട്ട് രണ്ടായിട്ട് തിരിയുന്നുവെങ്കിലും നമ്മൾ പൊതുവെ പറയുന്നത് യഹൂദ എന്നുള്ളതാണ് പറയുന്നത്. യഹൂദയോടുള്ള ബന്ധത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചതിന് ശേഷമായി ഇസ്രായേൽ എന്ന പേരിനേക്കാൾ ഏറ്റവും കൂടുതലായിട്ട് അറിയപ്പെടുന്ന യഹൂദൻ എന്ന പേരില്ല. കാരണം യഹൂദ ഗോത്രത്തിൽ കർത്താവായ യേശുക്രിസ്തു ജനിച്ചതുകൊണ്ടാണ് ഈ യഹൂദൻ എന്ന പേരിൽ ഇസ്രായേൽ അറിയപ്പെടുന്നത്. സാധാരണ പൊതുവിൽ എല്ലാവരും പറയുന്നത് ഇസ്രായേലിനേക്കാൾ കൂടുതലായിട്ട് പറഞ്ഞ യഹൂദൻ എന്നാണ് പറഞ്ഞു, ജൂ എന്നാണ് പറഞ്ഞത്. ജൂ അല്ലേ, ഇങ്ങനെയല്ലേ ഇങ്ങനെ പറയുന്നത്. ബെന്യാമിൻ ഗോത്രക്കാരനാണെങ്കിലും ജോസഫ് ഗോത്രക്കാരനാണെങ്കിലും ശിമയോൻ ഗോത്രക്കാരനാണെങ്കിലും മറ്റേത് 11 ഗോത്രത്തിൽപ്പെട്ടവരാണെങ്കിലും പൊതുവിൽ ഒരു ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ യഹൂദൻ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് അതിൻ്റെ കാരണം യഹൂദ ഗോത്രത്തിലുള്ളവർ മാത്രമല്ല അതിൻ്റെ അകത്തുള്ളത്, ബാക്കിയുള്ള ഗോത്രങ്ങളും ഉണ്ട്. പക്ഷേ ഇവരാണ് തലയെടുപ്പുള്ളത്. അതുകൊണ്ടാണ് അതിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. എന്നതുപോലെ പുതിയ യെരൂശലേമിലെ തലയെടുപ്പുള്ളത് മണവാട്ടിക്കാണ്. അതുകൊണ്ടാണ് ഈ ആത്മവിശുദ്ധിയിൽ വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ആ വിശുദ്ധ നഗരത്തിൽ തലയെടുപ്പുള്ളത്, പ്രാധാന്യതയുള്ളത് കുഞ്ഞാടിൻ്റെ മണവാട്ടിക്കായതുകൊണ്ടാണ് അങ്ങനെ ഒരു സംബോധന അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിസംബോധന ഇത് കാണിച്ചു കൊടുക്കുന്ന ഈ ദൂതൻ യോഹന്നാനോട് പറയുന്നത്. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം. അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു രീതി നമ്മൾ ചിന്തിച്ചാൽ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് പല ഇതിനെക്കുറിച്ചുള്ള തെറ്റായ വ്യാഖ്യാനങ്ങൾ വരും. ഒന്നാമത് നമ്മൾ ചിന്തിക്കുക, നാലാമത്തെ ആവശ്യം നിത്യമുള്ള ബന്ധത്തിൽ വിശുദ്ധ നഗരത്തിലെ പരമപ്രധാനമായ പദവി അലങ്കരിക്കുന്ന കുഞ്ഞാടിൻ്റെ കാന്തയാകുന്ന മണവാട്ടിക്കാണ് പ്രാധാന്യം നൽകിയത്. കൊണ്ടാണ് പുതിയ യെരൂശലേമിനെ കുറിച്ചുള്ള വർണ്ണനയിൽ ഇപ്രകാരം അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടി എന്നാൽ സ്വർഗീയ യെരൂശലേം ആകുന്നു എന്ന് അങ്ങനെ നമ്മൾ വ്യാഖ്യാനിച്ചാൽ, അങ്ങനെയായാൽ പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരും കന്യകമാരുടെ ഈ പദവി അലങ്കരിക്കുന്നവരും മണവാട്ടി സഭയിൽ ഉൾപ്പെടുന്നുവെന്ന് വ്യാഖ്യാനിക്കേണ്ടതായിട്ട് വരും. അതല്ല എങ്കിൽ ഈ 2 വിഭാഗങ്ങളിൽ പെടുന്നവരിൽ ആരും തന്നെ പുതിയ യെരൂശലേം ആകുന്ന വിശുദ്ധനകത്ത് ഇല്ല എന്ന് പഠിപ്പിക്കണം. ഒന്നെങ്കിൽ നമ്മൾ ഇവര് ഈ പറയുന്ന മണവാട്ടി സഭ ഉൾപ്പെടുന്നത് പഠിപ്പിക്കണം. അതല്ലെങ്കിൽ ഈ വിശുദ്ധ നഗരത്തിൽ പഴയ വിശുദ്ധന്മാരോ മറ്റു ദേശമുള്ളവരോ ഇല്ല, മണവാട്ടി മാത്രമാണെന്ന് പഠിപ്പിക്കണം. ഇത് രണ്ടും പഠിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം പഴയ നിയമത്തിൻ്റെ ശ്രേഷ്ഠന്മാർ അവിടെ ഉണ്ട് എന്നുള്ളത് അതിനകത്ത് പേര് സഹിതം രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് പഴയ വിശുദ്ധന്മാരില്ല എന്ന് പറയാം. അതുകൊണ്ടാണ് അങ്ങനെ ഈ 2 ചിന്താഗതികൾ വരുമ്പോൾ ഇത് രണ്ടും ശരിയല്ല. യഥാർത്ഥമായ ശരി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത്. അതിനാണ് യഹൂദനോടുള്ള ബന്ധത്തിൽ, യേശുവിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മണവാളനായിരിക്കുന്ന ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ, യഹൂദൻ ജൂ എന്നുള്ള ബന്ധത്തിലാണ് ലോകം ഇസ്രായേലിനെ അറിയപ്പെടുന്നതെങ്കിൽ മണവാട്ടിയോടുള്ള ബന്ധത്തിലാണ് നിത്യതയിലെ ആത്മനഗരമാകുന്ന യെരൂശലേം അറിയപ്പെടുന്നത്
എന്നതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള ചിന്താഗതി അത് അങ്ങനെ വ്യാഖ്യാനിച്ചാൽ തെറ്റാണ്, അതിന് ഉത്തരം കിട്ടത്തില്ല. എന്നാൽ ഇങ്ങനെ വ്യാഖ്യാനിച്ചാൽ നമുക്കത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ബാക്കിയുള്ള ഭാഗം പഠിക്കുന്നതിന് നമുക്ക് എളുപ്പമായിരിക്കും. അതല്ലെങ്കിൽ ഇതുകൊണ്ട് അവിടെ ഇരിക്കും, പിന്നീട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഈ ഒരൊറ്റ ഭാഗം കൊണ്ട് അങ്ങ് ഇരിക്കും. ചിന്തിക്കുന്നവനാണെങ്കിൽ മുമ്പോട്ട് പോകത്തില്ല, കാരണം ഇതിന് ഉത്തരം കിട്ടത്തില്ല. മണവാട്ടി സഭ ആണ് യെരുശലേം എന്ന് നമ്മളൊരു ചിന്തയായിട്ടിരുന്നിട്ട് അതിനകത്ത് പഴയ വിശുദ്ധന്മാർ ഉൾപ്പെടുന്നല്ലോ ഗോപുരങ്ങൾക്കകത്ത്. ഇനിയല്ല അവരില്ലെങ്കിൽ നമ്മളതിനെ എങ്ങനെ ന്യായീകരിക്കും? ഞാൻ പറഞ്ഞല്ലോ, ആ ഒരൊറ്റ പോയിന്റുമായിട്ട് പരീക്ഷ എഴുതുമ്പോൾ കാണത്തില്ലേ, ബാക്കി മുമ്പോട്ടിട്ടായിരിക്കും ഇവിടുത്തെ പേന കുത്തികൾ തന്നെ വെച്ചുകൊണ്ടിരിക്കും അല്ലേ. പിന്നെ ഒന്ന് മൂവ് ചെയ്യണമെങ്കിൽ അടുത്ത ചിന്ത വരണം. അത്രയും കിട്ടിയതൊക്കെ അങ്ങ് പോയി, എഴുതി തീർന്നു. ബാക്കിയുള്ളത് കുത്തി ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അവിടെ വെച്ചോണ്ട് അങ്ങനെ നീക്കിയിരിക്കും. ഞാൻ അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ട്. നിങ്ങളൊന്നും ഇരുന്നിട്ടില്ല, എനിക്കറിയത്തില്ല. അടുത്തത് എന്തെങ്കിലും വന്നാലേ എഴുതാൻ പറ്റുള്ളൂ. അടുത്ത ചിന്ത വരണം അല്ലേ. അതുവരെയും ആ പേന അവിടെ നിന്ന് അനങ്ങത്തില്ല. എന്നതുപോലെ വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനത്തിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് പ്രയോജനം നൽകണമെങ്കിൽ അടുത്തത് അറിഞ്ഞിരിക്കണമെങ്കിൽ മുമ്പോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകണം. ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോകരുത്. അറിയത്തില്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്നു, ഒരു കുഴപ്പമില്ല, ദൈവം വെളിപ്പെടുത്തരും. അതല്ലാതെ എന്നാൽ ഇങ്ങനെയാണ് നമ്മുടെ രീതിയിൽ തന്നെ വ്യാഖ്യാനിച്ചാൽ നമ്മൾ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം. മണവാട്ടിയാണ് നഗരം, വിശുദ്ധ നഗരം വെളിപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് രണ്ട് തെറ്റായ വ്യാഖ്യാനം ഉണ്ടാകാം. ഒന്ന്, മണവാട്ടിക്കകത്ത് പഴയ വിശുദ്ധന്മാർ ഉൾപ്പെടുന്നു എന്നുള്ളത് പഠിപ്പിക്കണം. രണ്ട്, അങ്ങനെ അല്ല എന്ന്, മണവാട്ടി സഭയ്ക്കകത്ത് പഴയ വിശുദ്ധന്മാർ ഉൾപ്പെടുന്നില്ല എന്ന് പഠിപ്പിച്ചാൽ ഈ യെരുശലേം എന്ന പുതിയ യെരുശലേമിൻ്റെ ഭാഗത്തിൽ പഴയ വിശുദ്ധന്മാർ അവരെ കാണത്തില്ല എന്ന് പഠിപ്പിക്കേണ്ടി വരും. ഇത് രണ്ടുമല്ലാതെ യഥാർത്ഥമായിട്ടുള്ള ഉത്തരം കിട്ടുന്നത് ഈ വിശുദ്ധ നഗരത്തിലെ പ്രാധാന്യതയുള്ളത്, തലയെടുപ്പുള്ളത് മണവാട്ടി സഭയ്ക്കായതുകൊണ്ടാണ് അതിൻ്റെ പേരിൽ ഈ നഗരത്തെ അറിയപ്പെടുന്നതെന്ന് ഞാൻ ആവർത്തിച്ച് പ്രസ്താവിക്കുന്നത്. നിങ്ങൾ ഇതുമായിട്ട് തലമുണ്ടാക്കിക്കൊണ്ടിരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് മനസ്സിലായെങ്കിൽ ഞാൻ തുറന്നുള്ള ഭാഗത്തേക്ക് ഞാൻ മുമ്പോട്ട് പോകാം. അത് ഒരുപാട് ചിന്തിച്ച് ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകളൊക്കെ വന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ കുഴഞ്ഞു പോകും, ബുദ്ധിമുട്ടിപ്പോകും അല്ലേ. ബുദ്ധിമുട്ടും. എങ്ങനെ പഠിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകും? നമ്മൾ പറയുക മണവാട്ടി സഭയ്ക്കകത്ത് പഴയ വിശുദ്ധന്മാരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വിശുദ്ധ നഗരത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കാണുമ്പോൾ അവിടെ ഈ നഗരം കുഞ്ഞാടിൻ്റെ മണവാട്ടിയാണ്, കാന്തയായ മണവാട്ടിയാണെന്ന് ദൂതൻ യോഹന്നാനോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന് നമ്മുടെ സമയം കളയണ്ട. അത് ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അത് പരമപ്രധാനമായിട്ടുള്ളത് മണവാട്ടി സഭയ്ക്കാണ്. സൃഷ്ടികളിൽ മകുടമായി തീരുവാൻ ദൈവം കണ്ടിരിക്കുന്നത് കുഞ്ഞാടിനോട് ചേരുവാനുള്ള മണവാട്ടിയായതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യതയെ വിളിച്ചോതുന്നതാണ് ഈ പ്രാരംഭത്തിൽ പറഞ്ഞിരിക്കുന്ന 21-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ സർവസൃഷ്ടിയുടെയും ആദ്യഫലമായി തീരുവാനുള്ള മണവാട്ടി സഭയെ നിത്യതയിൽ അതിൻ്റെ സ്ഥാനം എന്താണെന്ന് വിളിച്ചോതുന്ന ഭാഗമാണ് 9 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ എന്നെ ആത്മവിശ്വസ ഉയർന്നൊരു വൻമലയെ കൊണ്ടുപോയി. ആ കാണിച്ചു തരുവാനുള്ള ദൈവ സൃഷ്ടിയുടെ ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമായിരിക്കുന്ന വരിക എന്ന് പറഞ്ഞ് കാണിച്ചു തരത്തക്കോണമുള്ള ഒരു വലിയ തേജസ്സിൻ്റെ വക്താക്കളായി മാറുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. എത്ര സന്തോഷമാണെന്നറിയാമോ ഈ ഞാൻ എൻ്റെ കാന്തയെ വെളിപ്പെടുത്തുക എന്നുള്ളത് അല്ലേ. എത്ര സന്തോഷമുള്ള കാര്യമാണ്. ദൈവം ഉദ്ദേശിച്ചതൊന്നും നഷ്ടപ്പെട്ടു പോകാതെ ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം പദ്ധതിയിട്ടത് പൂർത്തീകരിച്ചു. അതുകൊണ്ട് അവർ വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചിരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആരംഭം വിട്ടത് ലോകസ്ഥാപനത്തിന് മുമ്പ് കണ്ടത് അതതിൻ്റെ പ്രവൃത്തിപഥത്തിലേക്ക് എത്തിയിരിക്കുന്നു. പുതിയ ആകാശ പുതിയ ഭൂമിയും അതിലേക്ക് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരത്തെയും അതിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള മാനവ വംശത്തെയും ദൈവം മുന്നമേ കണ്ടിരുന്നു. ആരംഭത്തെങ്കിൽ തന്നെ അവസാനം കാണുന്ന ദൈവം അതിൻ്റെ പ്രവൃത്തികളെ ചെയ്തെടുത്ത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നതിനെ കുറിച്ചാണ് വെളിപ്പാട് 21, 22 അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ പറയുന്ന സംശയം മാറി എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ അതിൻ്റെ തുറന്നുള്ള ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ ദൈവ തേജസ്സിൻ്റെ ഉള്ള ബന്ധത്തിലുള്ള
വെളിപ്പാടിനെ കുറിച്ചുള്ള കൂടി നമ്മൾ മനസ്സിലാക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വരം ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അപ്പൊ ദൈവ തേജസ്സുള്ളതായ ദൈവത്തിന്റെ വെളിപ്പാട്, ദൈവ സാന്നിധ്യം വെളിപ്പെട്ടതും വെളിപ്പെടുവാനുള്ളതുമായ 5 സന്ദർഭങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം. നമുക്ക് മനസ്സിലാക്കണം. ദൈവ സാന്നിധ്യം വെളിപ്പെട്ട, ദൈവ തേജസ് വെളിപ്പെട്ട, അല്ലെങ്കിൽ ദൈവം വെളിപ്പെട്ട, ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ടതും വെളിപ്പെടുവാനുള്ളതുമായ 5 പ്രത്യേക സന്ദർഭങ്ങളെ കുറിച്ച് വേദവസ്തുത്തിൽ നമുക്ക് അതിൻ്റെ തെളിവ് നൽകുന്നുണ്ട്. ഒന്നാമത്, പഴയ നിയമം സ്ഥാപിപ്പാനായി സീനായി മലയുടെ കൊടുമുടിയിൽ മേഘതമസിലിറങ്ങിയ ദൈവസാന്നിധ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിന് പുറകോട്ട് പോവുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നത് കർത്താവിൻ്റെ പ്രത്യക്ഷമുള്ള ബന്ധത്തിൽ മനുഷ്യൻ ശിക്ഷിക്കാൻ വേണ്ടി പ്രത്യക്ഷപ്പെടുന്നുള്ളത് നമുക്കതറിയാം. ദൈവസഭയുടെ ദൈവിക പ്രത്യക്ഷത്തെക്കുറിച്ചുള്ള വിഷയം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യരുടെ ഇടയിലേക്ക് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പാണ് കർത്താവ് ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി. അപ്പോൾ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, അതിനെ സൃഷ്ടിക്കാൻ വേണ്ടി അത് പ്രത്യക്ഷതയുള്ള ബന്ധത്തിലാണ്. എന്നാൽ മനുഷ്യരുടെ ഇടയിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നതിൻ്റെ പ്രഥമ ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിലാണ്. അത് പഴയ നിയമം സ്ഥാപിപ്പാനായി സീനായി മലയുടെ കൊടുമുടിയിൽ തമസിലിറങ്ങിയ ദൈവ സാന്നിധ്യം. അതേക്കുറിച്ച് പഠിക്കേണ്ടവർ പുറപ്പാട് 19:9 വായിച്ചാൽ മതി. അപ്പോൾ സ്ഥാപിപ്പാൻ വേണ്ടി, ഒന്നിനെ പണിതെടുക്കാൻ വേണ്ടി, അന്ന് വരെ ഇല്ലാത്തതിനെ അതിനെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. ഇപ്പോൾ പ്രാരംഭത്തിൽ കാണാൻ സാധിക്കുന്നത്, അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടിരുന്നു. ദൈവം അബ്രഹാമിനോടൊക്കെ സംസാരിച്ചു, ഇസ്ഹാക്കിനോട് സംസാരിച്ചിട്ടുണ്ട്, യാക്കോബോട് സംസാരിച്ചിട്ടുണ്ട്, ദൈവം അവരോട് കൂടെ നടന്നിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ടുണ്ട്, ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ രൂപപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവ സാന്നിധ്യം ആദ്യമായി അത് പ്രത്യക്ഷപ്പെട്ടത് സീനായി മലയുടെ കൊടുമുടിയിൽ മേഘതമസിലിറങ്ങിയ ദൈവ സാന്നിധ്യമാണ്. പുറപ്പാട് 19:9 വാക്യം. അവർ പറഞ്ഞു, ഞങ്ങൾക്കത് കാണാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞവർ പേടിച്ചു. എന്തിനായ കർത്താവ് അവിടെ ഇറങ്ങി വന്നത്? ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് ഒരു ഭരണഘടന ഉണ്ടാക്കി കൊടുക്കുവാൻ, ഒരു വ്യവസ്ഥാപിതമായിരിക്കുന്ന കെട്ടുറപ്പുള്ള ഒരു രാഷ്ട്രമായിട്ട് മാറ്റാൻ വേണ്ടി ദൈവം തൻ്റെ ദൂതനെ ദൈവത്തിൻ്റെ ദൂതുമായിട്ട് മോശയ്ക്ക് വെളിപ്പെടുത്തി ഇസ്രായേലിൽ അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയ സാന്നിധ്യമാണ് നമുക്ക് 19-ാം അധ്യായത്തിൽ വെളിപ്പെടുന്നത്. അതാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ രൂപപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയ ദൂതൻ്റെ സാന്നിധ്യം, ദൂതൻ്റെ പ്രത്യക്ഷത. തീയിൽ ഇറങ്ങി വന്ന അഗ്നിമയമായ ഒരു പ്രമാണവുമായിട്ട് ഇറങ്ങി വരുന്ന ഉള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയോടെ വെളിപ്പെടുത്തുന്നു. നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ദൈവം അവിടെ ഈ തീയിൽ ഇറങ്ങി വരുന്നതിനെക്കുറിച്ച്, ദൈവസ്ഥാനത്ത് ഇറങ്ങി വരുന്നതിനെക്കുറിച്ച് നമുക്കറിയാം. അങ്ങനെ മോശ അവിടെ വിളിച്ച് ആ പർവ്വതത്തിൻ്റെ തീ കത്തിക്കാളുന്ന പർവ്വതത്തിലേക്ക് കൊണ്ടുപോയെന്നും അവനവിടെ ഇരുന്നെന്നും ദൈവം കൊണ്ടുവന്ന ആ കൽപ്പലകൾ അവൻ്റെ കൈ വെച്ച് കൊടുത്തെന്ന് നമുക്കറിയാം. സ്വർഗത്തെ എഴുതിയ ആ കൽപ്പലകളിൽ എഴുതിയ വചനം, കൽപ്പനകൾ അത് മോശയുടെ കൈ കൊടുത്തിരുന്നു. 5 കൽപ്പനകളുമായിട്ട് ഇറങ്ങി 10 വന്നത്. അത് അവൻ എറിഞ്ഞു കൊടുത്തതിനെ കുറിച്ച് നമുക്കറിയാം. അതാണ് ദൈവസാന്നിധ്യം ആദ്യം ഇറങ്ങി വന്നപ്പോഴത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. 19-ാം അധ്യായത്തിൽ ഇറങ്ങി വന്നു. 32-ാം അധ്യായം ആയപ്പോഴത്തേന് അത് എറിഞ്ഞുടച്ച് കളഞ്ഞു. ദൈവം ഇറങ്ങി വന്നതിൻ്റെ ഉദ്ദേശം ആ സാന്നിധ്യം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ അവർക്ക് കൊടുക്കേണ്ട പ്രമാണങ്ങളെ എറിഞ്ഞുടച്ച് കളയത്തക്കവണ്ണമുള്ള ഒരു സ്ഥിതിവിശേഷമാണ് അന്നുണ്ടായത്. അപ്പോൾ ഒന്നാമത്തെ മനുഷ്യൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ദൈവസാന്നിധ്യം, സീനായി മലയിൽ ഇറങ്ങി വന്ന ദൈവസാന്നിധ്യമാണ്. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ രൂപപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി വന്ന സാന്നിധ്യമാണ്. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, പുതിയ നിയമ സ്ഥാപനത്തിനായിട്ട് സാക്ഷാൽ ദൈവമായ വചനമായവൻ ദൈവ തേജസ് ഒഴിച്ചു വെച്ച് മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ടതാണ് രണ്ടാമത്തെ ദൈവ സാന്നിധ്യം. അത് ദൂതനല്ല പ്രത്യക്ഷപ്പെട്ടത്, യഥാർത്ഥയും പ്രത്യക്ഷപ്പെട്ടു. എന്തിനു വേണ്ടിയാണ് കർത്താവ് പ്രത്യക്ഷപ്പെട്ടത്? പുതിയ നിയമത്തെ സ്ഥാപിക്കാൻ വേണ്ടി, സഭ സ്ഥാപിക്കാൻ വേണ്ടി. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഇറങ്ങി വന്ന പുതിയ നിയമസ്ഥാപനത്തിന് വേണ്ടിയാണ്. കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ വന്നത് അത് ദൈവരാജ്യം, ദൈവസഭ സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അപ്പം അതുകൊണ്ടാണ് അവൻ തേജസ്സില്ലാത്തവനായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു. സാക്ഷാൽ അവൻ ആരായിരുന്നു?
മനുഷ്യപുത്രനായിട്ട് ദൈവപുത്രൻ സാക്ഷാൽ ദൈവമായൻ വന്നതാണ്. രണ്ടാമത്തെ കാര്യമായി പുതിയ നിയമസ്ഥാപനത്തിന് വന്നതിനെ കുറിച്ചുള്ള ദൈവസാന്നിധ്യത്തെ നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തെ മനസ്സിലാവും. മൂന്നാമത് നമുക്ക് കാണുന്നത് ഫിലിപ്പിയ ലേഖനം 2-7 വായിച്ചാൽ മതി. പുതിയ നിയമസ്ഥാപനത്തിനായി യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമായൻ ദൈവതയെ ഒഴിച്ചു വെച്ച് വേഷത്തിൽ മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ടത് പുതിയ നിയമസ്ഥാപനത്തിക്കാൻ വേണ്ടിയാ, നമ്മെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയാ യേശു അങ്ങനെ വന്നത്, പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഒന്നാമത് ദൈവസാന്നിധ്യം പ്രത്യക്ഷപ്പെട്ടത് എന്തിനു വേണ്ടിയാ? ഇസ്രായേലിനെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയാ. രണ്ടാമത് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്തിനാ ഇറങ്ങി വന്നത്? പുതിയ നിയമത്തെ സ്ഥാപിച്ചെടുത്ത് വിശുദ്ധമായിരിക്കുന്ന സഭയെ, മണവാട്ടിയെ പണിതെടുക്കാൻ വേണ്ടിയാണ് കർത്താവ് വന്നത്. നമുക്കതിൻ്റെ ലോകരക്ഷകനായിരിക്കുന്ന കർത്താവ് വന്നത് മനുഷ്യവംശത്തെ രക്ഷിപ്പാൻ വേണ്ടി വന്ന ദൈവരാജ്യം, ദൈവസഭയോടുള്ള ബന്ധത്തിൽ പുതിയ നിയമം സ്ഥാപിക്കാനാണ് യേശു വന്നത്. മൂന്നാമത് ദൈവസാന്നിധ്യം വെളിപ്പെട്ടത് പുതിയ നിയമത്തിലെ സഭയുടെ സ്ഥാപനത്തിനായി പരിശുദ്ധാത്മാവാം ദൈവം ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. അപ്പോൾ പുതിയ നിയമം സ്ഥാപിക്കാൻ വേണ്ടി യേശു പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ദൈവസഭ സ്ഥാപിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് പ്രത്യക്ഷപ്പെട്ടത്. പെന്തക്കോസ്ത് നാളായതുകൊണ്ടാണ് യഥാർത്ഥമായിരിക്കുന്ന സഭയെ പെന്തക്കോസ്തുകാർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പെന്തക്കോസ്തുകാർ എന്ന് പറയുന്നത്? ഇപ്പൊ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടത് പുതിയ നിയമം സ്ഥാപിക്കാൻ വേണ്ടി. പുതിയ നിയമം സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ദൈവരാജ്യവും ദൈവസഭയും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് പ്രത്യക്ഷപ്പെട്ടത് എന്തിനാ പ്രത്യക്ഷപ്പെട്ടത്? ദൈവസഭയുടെ സ്ഥാപനത്തിന് വേണ്ടി വന്നു. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് നാളിൽ ദൈവസഭയുടെ സ്ഥാപനത്തിന് വേണ്ടി വന്നതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വന്നത്. ദൈവസഭ മാത്രമാണ് ഇവിടെ സ്ഥാപിച്ചത്. പരിശുദ്ധാത്മാവ് ഇസ്രായേലിനെ സ്ഥാപിക്കാൻ പോയില്ല. പരിശുദ്ധാത്മാവ് ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ സുവിശേഷം അറിയിച്ച് അത് ദൈവസഭയോടുള്ള ബന്ധത്തിലാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന കുഞ്ഞാടിൻ്റെ മണവാട്ടി എന്ന് പറഞ്ഞാൽ നിത്യതയിൽ കാണപ്പെടുന്ന ഏറ്റവും അതിശ്രേഷ്ഠമായിരിക്കുന്ന സൃഷ്ടിയായിരിക്കുന്ന മണവാട്ടി സഭയെ പണിതെടുക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മളെ പെന്തക്കോസ്തുകാർ എന്ന് പറയുന്നത്. ക്രിസ്ത്യാനി എന്ന് പറയുന്നതിനേക്കാൾ പെന്തക്കോസ്തുകാർ എന്ന് പറയാൻ കാരണം ഇതുകൊണ്ടാണ്. മണവാട്ടി സഭയെ പണിയാൻ വേണ്ടി ഇറങ്ങി വന്നത്. എന്നാൽ മണവാട്ടി സഭ രൂപപ്പെടുത്താൻ വേണ്ടി പിതാവാം ദൈവം നിയോഗിച്ചയച്ച ദൈവ സാന്നിധ്യം പെന്തക്കോസ്ത് നാളിൽ ഇവിടെ വന്നത്. ബാക്കി പൂരിപ്പിക്കാമല്ലോ. എന്തിനു വേണ്ടിയാ വന്നത്? ദൈവസഭയിൽ നിന്ന്, ആഗോള ദൈവസഭയിൽ നിന്ന് മണവാട്ടിയെ എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് കരേറിപ്പോകാനുള്ളതാ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പെന്തക്കോസ്തിൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ, എന്തിനു വേണ്ടിയാ പരിശുദ്ധാത്മാവ് ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അറിയത്തില്ലെങ്കിൽ, ഇന്ന് രാത്രി ശരിയായി മനസ്സിലാകണം, അതിൽ നമ്മൾ പങ്കാളികളാണ്. യേശുക്രിസ്തു പുതിയ നിയമം സ്ഥാപിച്ചു. പരിശുദ്ധാത്മാവ് ലോകത്തിൽ വന്ന് ദൈവസഭയുടെ മണവാട്ടി സഭയെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് അഹോരാത്രം കഴിഞ്ഞ 2000 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ദൗത്യത്തിൽ ഏർപ്പെടുന്ന സമൂഹത്തെയാണ് പെന്തക്കോസ്ത് സമൂഹം എന്ന് പറയുന്നത്. അതല്ലാതെ അന്യഭാഷ പറയുന്ന ഒരു കൂട്ടരെ അല്ല പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത്. ഇനി ആർക്കെങ്കിലും പെന്തക്കോസ്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നോ അതിൻ്റെ ഉദ്ദേശം എന്താണെന്നോ മനസ്സിലായിട്ടില്ലെങ്കിൽ തന്നെ ചിന്തിച്ചാൽ മതി. പരിശുദ്ധാത്മാവ് പ്രത്യക്ഷപ്പെട്ടത് മണവാട്ടി സഭയെ രൂപപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ആഗോള സഭയിൽ നിന്ന് പുതിയ നിയമം സ്ഥാപിക്കപ്പെട്ടപ്പോൾ ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടു. ദൈവരാജ്യത്തിൽ ഉള്ളതാണ് ദൈവസഭ. എന്നാൽ ദൈവസഭ എന്നുള്ളത് ദൈവസഭ ദൈവരാജ്യത്തിലുള്ളതാണെങ്കിലും ദൈവരാജ്യത്തിലുള്ള എല്ലാവരുമില്ല. ഞാൻ അതേക്കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവരാജ്യത്തിൽ ഉൾപ്പെടുന്നതാണ് ദൈവസഭ. എന്നാൽ ദൈവസഭയിൽ ദൈവരാജ്യത്തിലുള്ള എല്ലാവരുമില്ല. അതിനുവേണ്ടി പ്രത്യേകമായി പരിശുദ്ധാത്മാവ് വന്ന് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് പെന്തക്കോസ്ത് അനുഭവത്തിലൂടെ, അന്യഭാഷയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട്, എന്നാൽ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിച്ചുകൊണ്ട്
മറ്റുള്ളവർ വ്യത്യസ്തമായി മാറി നിന്നപ്പോൾ അന്ന് യെരൂശലേമിൽ ആ പെന്തക്കോസ്തിന്റെ പെരുന്നാൾ നടക്കുകയായിരുന്നു. നിഴലായിരിക്കുന്ന പെന്തക്കോസ് നടക്കുക 49 ദിവസം കഴിഞ്ഞ് 50-ാമത്തെ ദിവസം പെന്തക്കോസ് നാളാണ്. ആദ്യത്തെ കറ്റ പുരോഹിതൻ ദൈവത്തിന്റെ ആലയത്തിൽ കൊണ്ട് നീരാജനം ചെയ്ത് കിഴക്കോട്ടും തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും കാണിച്ച് അതിനെ നീരാജനം ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം 7 ആഴ്ചവട്ടം എണ്ണണം. 7 ആഴ്ചവട്ടം എണ്ണിയാൽ 50-ാമത്തെ ദിവസമാണ് പെന്തക്കോസ് ദിവസം, കൊയ്ത്ത് പെരുന്നാൾ. ആ ദിവസത്തെയാണ് പെന്തക്കോസ് അനുഭവത്തിൽ വന്നിരിക്കുന്നത്. നമ്മെ കർത്താവ് കണ്ടിരിക്കുന്നത് പെന്തക്കോസ് നാളിലുള്ള ബന്ധത്തിൽ കണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്. അതുകൊണ്ടാണ് പെന്തക്കോസ് നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റടിക്കുന്ന പോലെ പ്രത്യക്ഷപ്പെടുന്നു പറഞ്ഞതുകൊണ്ടാണ് പെന്തക്കോസ് നാളിൽ വന്ന പരിശുദ്ധാത്മാവിന്റെ പ്രധാന ദൗത്യം എന്ത് എന്ന് ചോദിച്ചാൽ സുവിശേഷം അറിയിക്കണം, ദൈവരാജ്യം അറിയിക്കണം, ദൈവസഭ പണിയപ്പെടണം. എന്നാൽ പ്രധാന ദൗത്യം എന്തെന്നറിയെങ്കിൽ പരിശുദ്ധാത്മാവ് കരേറിപ്പോയത് എന്താണെന്ന് മനസ്സിപ്പോൾ പെന്തക്കോസ് നാളിൽ വന്ന് പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ നിന്ന് ദൈവസഭയുടെ തികവ് പ്രാപിക്കുന്ന ആത്മമണവാട്ടിയെ ഒരാൺകുട്ടിയായി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് വരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിയുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇട്ടുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രത്യക്ഷത. നമ്മള് ആരനുഭവത്തിലാണ് ഇന്നത്തെ അത് എത്ര പേർക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ട്, ഇതിൻ്റെ ആഴം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും പറയും കുലുങ്ങുന്നവരാണ്, അന്യഭാഷ പറയുന്നവരാണ് പെന്തക്കോസ്ത്. ശരിയാ, ഇവിടുന്ന് കുലുങ്ങുന്നത് ഇവിടുത്തെ ഉള്ളതല്ലെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളെ കുലുക്കുന്ന ദൈവം. പറഞ്ഞു പോകാനുള്ളതാണ്, എടുക്കപ്പെടാനുള്ളതാണ്. അതിനുവേണ്ടി ആത്മീയ മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്ന ആത്മാവ് വ്യാപരിക്കുമ്പോൾ വെളിപ്പെടുത്തുന്നത് പെന്തക്കോസ്ത് നാളിൽ വന്നപ്പോൾ ആത്മാവ് വ്യാപരിച്ചപ്പോൾ അവര് വൻ കാര്യങ്ങളെ പ്രസ്താവിച്ചെങ്കിൽ ദൈവസഭ ഇവിടെ നെടുക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് നിത്യതയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ വിവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കും. അത് ലോകത്തിന് മനസ്സിലാകത്തില്ല. അത് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകും. അത് ദൈവാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുക. തുടങ്ങിയത് അങ്ങനെയല്ലേ? വൻകാര്യങ്ങളെ പ്രസ്താവിച്ചെങ്കിൽ അത് പ്രസ്താവിച്ച് വൻകാരി പ്രസ്താവിച്ചുകൊണ്ട് ആ വൻകാരി ചെയ്തെടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് ജയാളികളെ കൊണ്ട് പരിശുദ്ധാത്മാവ് കരേറി പോകുന്നതാണ് ഏറ്റവും വലിയ വൻകാര്യം. അതിനുവേണ്ടിയാണ് ആത്മാവിൽ ആരാധിക്കുന്നത്, ആത്മാവിൽ നാം ഉരുവിടുന്നത്, പ്രാർത്ഥിക്കുന്നതൊക്കെ ആ വൻകാര്യത്തിൽ പെടുവാൻ വേണ്ടിയാ. ഇത് ചെറിയ കാര്യമല്ല, സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടാനുള്ള വൻകാര്യമാണ്. അത് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് പെന്തക്കോസ് നാളിൽ ദൈവം തന്റെ സഭ സ്ഥാപിച്ചു. അന്ന് ആരംഭിച്ച ദൈവസഭയുടെ ബന്ധത്തിൽ പെന്തക്കോസ്തുകാർ എന്ന് പറയുമ്പോൾ അവർ ഏതെങ്കിലും ആചാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരല്ല. അതിൽ നിന്നെല്ലാം മോചനം പ്രാപിച്ച് കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച് ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ട് സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് സത്യാത്മാവിൽ ജീവിക്കുന്നവരാണ് പെന്തക്കോസ്തുകാർ. ഒരായിരിക്കണം പെന്തക്കോസ്തിന്റെ അനുഭവമുള്ളവർ. പിന്നെ പേരുകൊണ്ട് മാത്രമായിട്ടില്ല. അങ്ങനെ ആരെല്ലാം ഉണ്ടോ, അവർ തികവ് പ്രാപിക്കുന്നവരുണ്ടോ, അവരെയും കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് ഈ രാത്രിയിലും ഞാൻ നിങ്ങൾ കേൾക്കുന്ന വചനത്തിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. അത് ഹൃദയങ്ങളിൽ വസിക്കുന്നുണ്ട്, നമ്മെ ഒരുക്കിയെടുക്കുന്നുണ്ട്. കാഹളം ധ്വനിക്കുമ്പോൾ ഇവിടുന്ന് ദൈവത്തിന്റെ സഭയെ മണവാട്ടിയെ കൊണ്ടുപോകും. മണവാട്ടിയാണ് വിശുദ്ധ യെരൂശലേമാകുന്ന ജീവനുള്ള നഗരത്തിലെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്നത്. അതിനെ മാത്രം ഒരുക്കിയെടുക്കാവുന്ന പരമപ്രധാനമായ ലക്ഷ്യം നിവർത്തിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്നു രാത്രിയിലും നമ്മുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കുന്നുണ്ട്. സ്വീകരിക്കുന്ന വിശ്വസിക്കുന്നവരുടെ മേൽ അവിടെ മേൽ വ്യാപരിക്കുന്ന ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അത് ആർക്കും പ്രാപിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവചനത്തിന്റെ ആധികാരികത നാം ചിന്തിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൈവ തേജസ്സുള്ള അതിതേജസ്സുള്ള നഗരത്തിന്റെ വർണ്ണനയെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി ഏറ്റവും വലിപ്പവും തികവുമാറി കൂടാരമെന്ന് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന കൂടാരത്തെയാണ് ഇവിടെ ഇതാ മനുഷ്യരോട് ദൈവത്തിന്റെ കൂടാരമെന്ന് രേഖപ്പെടുത്തി. എബ്രായ ലേഖനം 9-ാം അധ്യായം 11-ാം വാക്യത്തിലാണത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരിക്കലും അവസാനമില്ലാത്തതായി പുതുവാനുഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്ന് പണിതിറങ്ങുന്ന സ്വർഗീയ നഗരമാണ് പുതിയ യെരൂശലേം.
യോഹന്നാനുണ്ടാകുന്ന നാലാമത്തതും അവസാനത്തതുമായ ആത്മവിശുദ്ധിയിൽ അവൻ ദർശിക്കുന്നത് വിശുദ്ധ നഗരമാകുന്ന പുതിയ യെരൂശലേമിന്റെ ബാഹ്യമായ കാഴ്ചയെ മാത്രമാണ് അവൻ കാണാൻ സാധിക്കുന്നത്. ആന്തരികമായത് അവന് കാണാൻ കഴിയാതിരിക്കുന്നതുകൊണ്ടാണ്. കാണാതിരിക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ തേജസ് കൊണ്ടാണ്. നമുക്കറിയാം, നമ്മൾ ഒരു വസ്തുവിനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. നമ്മുടെ കണ്ണിന് കാഴ്ചയ്ക്ക് ഒരു പരിധിയുണ്ട്. ആത്മ തേജസ്സിലായിട്ടും യോഹന്നാന് ഈ ദൈവ തേജസ്സുള്ള നഗരത്തെ മുഴുവനും കാണാൻ എൻ്റെ അകത്തേക്ക് അവൻ്റെ കാഴ്ച ലഭിക്കുന്നില്ല. ഒരു കൊണ്ട് നിൽക്കുന്ന ലൈറ്റിൻ്റെ ഫിലമെൻ്റ് നമുക്ക് കാണാൻ കഴിയും. നല്ല പ്രകാശമുള്ള ഒരു ലൈറ്റിൻ്റെ ഫിലമെൻ്റ് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അതിൻ്റെ അകത്ത് ഫിലമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ പുറമേ ഉള്ളതിനെ മാത്രമേ കാണാൻ. ഇതുപോലെ അതിതേജസ്സുള്ള ദൈവ തേജസ്സിൻ്റെ മുഴുവൻ സമ്പൂർണമായിരിക്കുന്ന വെളിപ്പാട് അല്ലെങ്കിൽ ആ പ്രത്യക്ഷത നടക്കുന്ന സമയത്ത് ആത്മവിശുദ്ധിയിലായിട്ട് പോലും യോഹന്നാന് അകത്തുള്ള കാര്യങ്ങൾ കാണാൻ സാധിച്ചില്ല. അവൻ പുറമേയുള്ള കാഴ്ച മാത്രമാണ് കണ്ടത്. അതുകൊണ്ടാണ് അവൻ മതിലുകളെക്കുറിച്ചും ഗോപുരങ്ങളെക്കുറിച്ചും അടിസ്ഥാനങ്ങളാകുന്നതിനെ കുറിച്ചുമുള്ള ബാഹ്യമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ അവൻ കണ്ടത് പ്രധാനമായി വിവരിച്ചിരിക്കുന്നത് നഗരം, മതിൽ, ഗോപുരങ്ങൾ, വീതി, മന്ദിരം എന്നിവയെക്കുറിച്ചാണ്. അപ്പോൾ ഇവയെക്കുറിച്ച് നമ്മൾ പഠിക്കുക. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊക്കെയാ പറയുക? 5 കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നഗരത്തെക്കുറിച്ച്, എൻ്റെ മതിലിനെ കുറിച്ച്, ഗോപുരങ്ങളെക്കുറിച്ച്, വീതി, മന്ദിരം എന്നിവയെക്കുറിച്ചാണ്. എൻ്റെ ഒന്നാമത്തെ ഭാഗം നഗരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വിശുദ്ധ നഗരം, ഞാനിത് വളരെ ഷോർട്ടായിട്ട് എടുത്തു. ഇത്രയും നമ്മൾ വായിച്ചതിൻ്റെ മുഴുവൻ വായിച്ചത് ഇന്ന് രാത്രിയിൽ 21 മുതൽ 11 മുതൽ 27 വാക്യങ്ങൾ വായിച്ചതിൻ്റെ രത്നച്ചുരുക്കമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒന്നാമത് കാണുന്നത് നഗരത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ്. നഗരത്തെക്കുറിച്ച് വിശുദ്ധ നഗരത്തിൻ്റെ തേജസ്സിൻ്റെ വർണ്ണനയോടെയാണ് നഗരവിവരണം ആരംഭിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ സ്വർഗീയ നഗര കാര്യങ്ങളെ തുലനം ചെയ്തിരിക്കുന്ന തങ്കം, രത്നം, മുത്ത്, സ്ഫടികം എന്നിവകളൊന്നും തന്നെ നാം കണ്ടിരിക്കുന്ന വസ്തുക്കളല്ല. ഇത് നമുക്ക് ഗ്രഹിക്കാവുന്ന ഭാഷയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നേ ഉള്ളൂ. അല്ലാതെ ഇവിടുത്തെ കോഹിനൂർ രക്തമോ ഇവിടുത്തെ ഏതെങ്കിലും രക്തമല്ല സ്വർഗാസർഗത്തിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ആ രക്തത്തിൻ്റെ ശോഭ എത്രയുണ്ടെന്നുള്ളത് സാധാരണ ഒരു മനുഷ്യർക്ക് മനസ്സിലാക്കിയെടുക്കാമെങ്കിൽ മനസ്സിലാക്കട്ടെ. ഞാൻ ഈ രക്തത്തിൻ്റെ ശോഭയൊന്നും കണ്ടിട്ടില്ല. ഞാൻ രക്തം കണ്ടിട്ടില്ല. ഞാൻ കോഹിനൂർ രക്തം കണ്ടിട്ടില്ല, നഗവണ്ണിയും കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ തേജസ്സുള്ളതാണെന്ന് നമുക്കറിയാം. നിങ്ങളാരും കണ്ടിട്ടുണ്ടോ എനിക്കറിയത്തില്ല. ആരെങ്കിലും ഈ രക്തങ്ങളുടെ ശോഭയോ കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടോ ഉണ്ടെന്നുള്ളത്. ഏതായാലും കുറേ പേരെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വസ്തുവിനുള്ള സ്വർണ്ണം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, മുത്ത് കണ്ടിട്ടുണ്ട്, സ്ഫടികം കണ്ടിട്ടുണ്ട്, തങ്കം, രക്തം, ഇതൊക്കെ അതിൻ്റെതായിട്ടുള്ള നമുക്ക് മനസ്സിലായത് ഇതെല്ലാം ഉണ്ട്. ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന വസ്തുക്കളാണ് ഇതെല്ലാം. എന്നാൽ സ്വർഗാസ്വർഗത്തിൽ നിന്ന് പണിയപ്പെട്ട് ഇറങ്ങി വരുന്നത് ഭൂമിയിൽ നിന്ന് പണിതെടുത്ത ഒരു വസ്തുവോട് ഉപയോഗിക്കുന്നില്ല. നമുക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ രേഖപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഈ നഗരത്തിൽ സ്വർണമുണ്ട്, സ്വർണ്ണവീതിയുണ്ട്, അതുകൊണ്ട് സ്വർണം ധരിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, എൻ്റെ പ്രിയപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. ഭൂമിയിൽ കാണുന്ന സ്വർണം ഒന്നുമല്ല സ്വർഗാസ്വർഗത്തിലുള്ള സ്വർണം. അത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇവിടെ കഴുത്തെ ചാപ്പൊന്നും വേണ്ട. ആ കാണുന്നത് ഇതും വ്യത്യാസമുണ്ട്. നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ സ്വർണത്തെക്കുറിച്ചും തങ്കത്തെക്കുറിച്ചും രക്തത്തെക്കുറിച്ചും മുത്തിനെക്കുറിച്ചും സ്ഫടികത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ ഇവിടുന്നുള്ള ഒരു വസ്തു അവിടെ ഇല്ല. അത് നമുക്ക് അങ്ങനെയും. അതുകൊണ്ട് കർത്താവ്, ഞാൻ ഭൂമിയുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? എങ്ങനെ വിശ്വസിക്കും? ഭൂമിയിലുള്ളത് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് എങ്ങനെ വിശ്വസിക്കും? പക്ഷേ സ്വർഗത്തിലുള്ള കാര്യങ്ങൾ അതിൻ്റെതായ പേരും അതിൻ്റെതായ തേജസ്സിനുള്ള ബന്ധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വെളിപ്പാട് പുസ്തകം വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന നമ്മളൊക്കെ ഇതിൻ്റെ ഒരൊറ്റ വാക്ക് പോലും വായിക്കാൻ വേണ്ടി ഇരിക്കത്തില്ലായിരുന്നു. അവിടുത്തെ ഭാഷയിൽ അവിടുത്തെ ആ തേജസ്സിനുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ നമുക്ക് ആർക്കും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം തന്നെ വെളിപ്പാട് പുസ്തകം സംഗീതം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യം, സ്വർഗത്തിലെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിരുന്നെങ്കിൽ, അവിടുത്തെ ഭാഷ എഴുതി വെച്ചിരുന്നെങ്കിൽ നമുക്കെല്ലാം മനസ്സിലാകുമായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ രക്തത്തെക്കുറിച്ചും തങ്കത്തെക്കുറിച്ചും സ്ഫടികത്തെക്കുറിച്ചും മുത്തിനെക്കുറിച്ചും വെളിപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇതൊന്നും ഇവിടുത്തെ വസ്തുക്കളല്ല. ആരും അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ച് നമ്മൾ തെറ്റിപ്പോകാൻ ഇടയാകരുത്. ഭൂമിയിൽ നിന്നുള്ള വസ്തുക്കളെ കൊണ്ടാണ് അവിടെ പോയി പണിയുന്നത് അല്ല.
അങ്ങനെ വസ്തുക്കളെ കൊണ്ടല്ല അവിടെ പണിയുന്നത്. അത് സ്വർഗീയമായതാണ്, സ്വർഗത്തിൽ പണിതെടുക്കുന്നതാണ്. അതിൻ്റെ തേജസ്സിനെ മനസ്സിലാക്കാൻ വേണ്ടി, സാധാരണക്കാർക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി, മനുഷ്യനെ മനസ്സിലാക്കാൻ വേണ്ടി, അതിനെ മനുഷ്യനെ അറിയാവുന്ന വസ്തുക്കളോട് ബന്ധത്തിലാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ തങ്കം, രത്നം, മുത്ത്, സ്ഫടികം എന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മളൊക്കെ പാടും തങ്കശോഭിതമായിരിക്കുന്ന നഗരം എന്നൊക്കെ പാടും, കാരണം ഇവിടെ രേഖപ്പെടുത്തിയതനുസരിച്ച്. പക്ഷേ ഈ തങ്കമല്ല, ഭൂമിയിലെ സ്വർണ്ണമോ ഇതൊന്നും അല്ല അവിടെ ഉപയോഗിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ഇതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠകരമായ സ്വർഗീയ തേജസ് അതേക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ മനസ്സിലാക്കിയെടുക്കുമ്പോൾ നഗരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിന് പ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കണം. ദൈവനിർമ്മിതമായ പുതിയ യെരൂശലേം എന്ന നഗരത്തിൻ്റെ തേജസ് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ ദേഹകാന്തിയോട് ഏകദേശം സദൃശ്യപ്പെട്ടിരിക്കുന്നു. സിംഹാസനിക്കുന്ന ശരീരകാന്തി സൂര്യകാന്തത്തിനും പത്മരാഗത്തിനും സദൃശ്യമെന്ന് സഭയുടെ ഉൽപ്രാവണാനന്തര സംഭവങ്ങൾ എന്ന അധ്യായത്തിൽ നാം ചിന്തിച്ചതാണ്. അപ്പോൾ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യമായിട്ടാണ് ഈ പറയുന്ന നഗരത്തെ വർണ്ണിച്ചിരിക്കുന്നത്. നഗരം, മതിൽ, ഗോപുരങ്ങൾ എന്നിവ അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരളവ് പോലാണ് അവ അളക്കുന്ന ദൂതൻ്റെ കൈവശം ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം വിശുദ്ധമാണ്, അത്രമാത്രം തേജസ്സാണ്. അതുകൊണ്ടാണ് ഇതിനെ പൊന്നുകൊണ്ട് അളക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന അളവുകോൽ പൊന്നുകൊണ്ടുള്ളതാണ്. അത് കാണിക്കുന്നത് അതിൻ്റെ പരിഭാവനതയാണ്. എന്ന് പറഞ്ഞാൽ പൊന്നുകൊണ്ടുള്ള ആ അളവുകോൽ കൊണ്ട് അളക്കുന്നു. ഇരുമ്പ് ഉപയോഗിച്ചില്ല, അവിടെ അലുമിനിയം ഉപയോഗിച്ചില്ല, മറ്റു വസ്തുക്കൾ ഉപയോഗിച്ചില്ല. അവിടെ ഇദ്ദേഹത്തെ കൈയിരിക്കുന്നത് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോലാണ് കൈയിരിക്കുന്നത്. പറഞ്ഞാൽ ഈ നഗരത്തെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അളവുകോൽ പൊന്നുകൊണ്ടുള്ളതാണ്. അപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്ന എന്താണോ ആ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന തേജസ്സിനുള്ള ബന്ധത്തിൽ അത് അളക്കാൻ അതിനോട് അനുരൂപമായിരിക്കുന്ന അളവുകോലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നഗരവും നഗരമതിലും ദൂതൻ അളക്കുന്നതിൻ്റെ അളവുകൾ ഇവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഗോപുരങ്ങൾ അളക്കുന്നതായിട്ടോ അതിൻ്റെ അളവുകൾ എത്രയെന്നോ ഇവിടെ പ്രസ്താവിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ് പ്രസ്താവിക്കാത്തതിൻ്റെ കാരണം ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒന്നുകൂടെ പ്രസ്താവിക്കാത്തത്, ഈ ഗോപുരങ്ങൾ അത് എത്രയെന്നുള്ളത് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 12 ഗോപുരങ്ങളിൽ 12,000 വെച്ച് 144,000 ആൾക്കാരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത് കൊണ്ടാണ് ഗോപുരങ്ങളെ ദൂതൻ അളക്കാതിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഗോപുരങ്ങൾ 12 ഗോത്രങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ നമുക്കറിയാം 12 ഗോത്രങ്ങളിൽ 144,000 പേരെ കർത്താവിൻ്റെ രക്തത്താൽ അവർ വീണ്ടെടുക്കപ്പെടുകയും എതിർ ക്രിസ്തു പണ്ടത്തെ രക്തസാക്ഷിത്വം വരിക്കുന്ന ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായിരിക്കുന്നവരാണ്. ഈ ഗോപുരങ്ങളോട് ബന്ധത്തിലുള്ള അതിൻ്റെ കണക്കറിയാവുന്നത് കൊണ്ടാണ് അത് അളക്കാത്തത്. മനസ്സിലായോ? കണക്കറിയാം, അറിയാവുന്ന കാര്യം നമ്മളെന്തിനാ അളക്കുന്നത്? നിങ്ങളുടെ ഇരിക്കുന്ന ഷർട്ടിൻ്റെ അളവ് നിങ്ങൾക്കറിയാം, 1 മീറ്റർ ആണെന്നിരിക്കട്ടെ. അത് പിന്നെ എത്ര പ്രാവശ്യം അളന്നാലും 1 മീറ്ററേ കാണുകയുള്ളൂ. അത് കൂടത്തില്ല, കുറയത്തില്ല. 10 പ്രാവശ്യം അളന്നാൽ നീളം കൂടത്തില്ല. അതുകൊണ്ട് ഈ 144,000 എന്നുള്ള കണക്ക് ഫിക്സഡ് ആണ്, അത് അത്രയും ഉണ്ട്. അതുകൊണ്ടാണ് ഗോപുരങ്ങൾ അളക്കാതിരിക്കുന്നത്. എന്നാൽ നഗരത്തെ അതിനെക്കുറിച്ച് നഗരത്തെ മാത്രമേ ഇവിടെ, നഗരത്തെയും മതിലിനെയുമാണ് ഇവിടെ അളക്കുന്നത്. അളക്കുമ്പോൾ പറയുകയാണ്, നഗരത്തെക്കുറിച്ച് അളക്കുന്നതിനെക്കുറിച്ച് പറയുകയാണ്. മറ്റു അതിൻ്റെ അളവുകൾ എത്രയെന്ന് പ്രസ്താവിച്ചിട്ടില്ല. മറ്റു സുവിശേഷ നഗരത്തെ മതിലിനെ കുറിച്ച് ഇവിടെ പ്രസ്താവിച്ചിരുന്ന അളവുകൾ ഇന്ന് നിലനിൽക്കുന്ന അളവുകളോട് കൃത്യമായി തുലനം ചെയ്യുവാനും പറ്റത്തില്ല. ഇതിങ്ങനെയാണ്, ഇത്രയുമാണെന്ന് എക്സാക്റ്റ് ആണെന്ന് പറയാൻ കഴിയത്തില്ല. കാരണം ഇതൊരു അസംഷനാണ്, ഏകദേശമാണ്. അപ്പം ഈ വസ്തുക്കൾ നമുക്ക് അസംഷനായി നമുക്ക് മനസ്സിലാകാൻ രീതിയിൽ തേജസ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് പോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന അളവുകളും അതത്ര കൃത്യമായിട്ടുള്ളതല്ല. പക്ഷെ എന്നാൽ പെട്ടകമുണ്ടാക്കിയപ്പോൾ ലോകപണിത പെട്ടകത്തിൻ്റെ അളവ് കൃത്യമായിരുന്നു. എന്തുകൊണ്ട് വിശുദ്ധ നഗരത്തിൻ്റെ അളവുകൾ പറഞ്ഞിട്ടത് നമുക്കത് കൃത്യമല്ല എന്ന് പറയുന്നതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. തുലനം ചെയ്യാൻ അതിൻ്റെ കാരണം നിത്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന മനുഷ്യർ ദൂതതുല്യരായി തീരുന്നത് കൊണ്ട് ആ ദൂതൻ്റെ അഥവാ നിത്യതയിലെ മനുഷ്യരുടെ അളവിലാണ് ഇതിൽ അളവുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ പുതിയ ഭൂമിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന മനുഷ്യൻ, അത് ഇപ്പോഴത്തെ മനുഷ്യൻ്റെ കഥകളൊക്കെ 6 അടി മതി. നമുക്കൊക്കെ വീടൊക്കെ പണിയുമ്പോൾ മാക്സിമം 7 അടിയായിരിക്കും ഹൈറ്റ് വെക്കുന്നത്, അല്ലേ?
കേടിയില്ലേ? എന്നാൽ പൊതുവാന ഭൂമിയിലേക്ക് പ്രവേശിക്കപ്പെടുന്ന മനുഷ്യർ ദൂതതുല്യരാ. അപ്പൊ അവരുടെ കൈയുടെ അളവിനനുസരിച്ചാണ് ഈ മെഷർമെന്റ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് കണക്ക് കൂട്ടി ഇത്രയുമാണ് എന്ന് വ്യക്തമായി നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല. എന്നാൽ അതിൻ്റെ ഏകദേശം ഒരു അളവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൂതന്റെ കൈയുടെ അളവനുസരിച്ചാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ കണക്കാക്കുന്ന മുഴം മനുഷ്യന്റെ കൈയുടെ മുഴമാണ്. അത് ഏകദേശം 1/2 മീറ്റർ, 450 സെന്റിമീറ്ററാണ്. ഏകദേശം 1/2 മീറ്റർ. അപ്പൊ നഗരത്തെക്കുറിച്ച് ഏകദേശ ധാരണ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ അളവുകളെ ഇന്ന് നിലവിലുള്ള അളവുകളുടെ ബന്ധത്തിൽ നാം ചിന്തിച്ചാൽ അതിൽ ഒരു മുഴം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏകദേശം 1/2 മീറ്ററാണ്, 450 സെന്റിമീറ്ററാണ്. വരുവാൻ ലോകത്തിലെ മനുഷ്യർ ദൂതതുല്യരായതുകൊണ്ട് അന്നത്തെ മനുഷ്യ അളവുകൾ ഇന്നത്തേക്കാൾ വ്യത്യാസമുള്ളതായിരിക്കുമെന്നതിൽ സംശയമില്ല. ഞാൻ പറഞ്ഞ വീട് പണിയുമ്പോൾ നമ്മളൊക്കെ ഇവിടുത്തെ ഉയരത്തിനനുസരിച്ചുള്ള വീട് പണിയുന്നത്. നിങ്ങൾ ആരെങ്കിലും 10 അടിയുടെ ഉയരമുള്ള വീട് പണിത് വെച്ചിട്ടുണ്ടോ? വാതിൽ വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെയൊക്കെ ബാത്റൂം വീടിനൊക്കെ മാക്സിമം ഹൈറ്റ് അത്ര 10 അടി കിട്ടുന്നത്, അല്ലേ? 10 അടി. കാരണം സാധാരണ ഒരു മനുഷ്യൻ 6, 6, 7 അടി കാണും. എനിക്കറിയത്തില്ല 10 അടി ഉയരമുള്ള മനുഷ്യനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ഇല്ല. ഞാൻ പറഞ്ഞത് ഇല്ല. കാരണം അതുകൊണ്ടാണ് സർവ്വസാധാരണമായിട്ട് ബസ്സിൻ്റെ ഹൈറ്റ് വെക്കുന്നത്, വീടിൻ്റെ ഹൈറ്റ് വെക്കുന്നതൊക്കെ മനുഷ്യൻ്റെ അളവിനനുസരിച്ച്. എന്നാൽ പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരത്തിൻ്റെ കണക്ക് പറഞ്ഞിരിക്കുന്നത് ദൂതൻ്റെ കൈയുടെ മുഴവനുസരിച്ചാണ് പറഞ്ഞത്. ദൂതൻ്റെ അളവനുസരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് ദൂതൻ്റെ അളവിൽ അനുസരിച്ചാണ് അവിടെ അതേക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ദൂതൻ്റെ അളവെന്ന് പറയുന്നത് അളക്കണതിന് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന്റെ അളവിനെന്ന് വെച്ചാൽ ദൂതന്റെ അളവിന് തന്നെ. ഓക്കെ. അപ്പോൾ അത് ഈ നമ്മൾ വായിച്ച ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. നീളവും വീതി ഉയരവും സമം തന്നെ, അതിൻ്റെ മതിലളന്നു. മനുഷ്യന്റെ അളവിനെന്ന് വെച്ചാൽ ദൂതന്റെ അളവിന് തന്നെ 144 മുഴമുണ്ടായിരുന്നു. ഈ മതിലളക്കുമ്പോൾ ദൂതന്റെ അളവിനനുസരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൂതന്റെ അളവിനനുസരിച്ചിട്ടാണ് മതിലളക്കുന്നെങ്കിൽ ഈ പറയുന്ന നഗരത്തെ അതിൻ്റെ വീതിയും നീളമൊക്കെ അളക്കുമ്പോൾ അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു. അപ്പോൾ ഈ അളവുപോലെ ഏതാണ് അളവെന്നുള്ളത് നമുക്കറിയത്തില്ല. ഏകദേശമായിട്ടുള്ള അളവാണ് കണ്ടുപിടിക്കുന്നത്. അതിനുള്ള ബന്ധത്തിലാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ നഗരത്തെ അളക്കുന്നത് പൊന്നുകൊണ്ടുള്ള ദണ്ണുകൊണ്ടാണ് അളക്കുന്നത്. എന്നാൽ മതിലിനെ അളക്കുന്നത് ദൂതന്റെ കൈവച്ചാണ് അളക്കുന്നത്. ദൂതന്റെ കൈ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരുടെ കൈ എന്ന് ദൂതന്റെ കൈയോട് ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ഏകദേശം ഒരു ധാരണമല്ലാതെ ഇത് കൃത്യമാണെന്ന് ആർക്കും പഠിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. കാരണം പുതിയ ആകാശ പുതിയ ഭൂമിയിൽ മനുഷ്യർ ദൂതതുല്യരായതുകൊണ്ട് മതിലിൻ്റെ പൊക്കവും അതിൻ്റെ ഉയരമൊക്കെ അളന്ന് കണ്ടുപിടിക്കുന്നത് അത് മനുഷ്യനുള്ള ബന്ധം. അതിലൂടെ അവർ കയറിപ്പോകേണ്ടതാണ്. അപ്പോൾ മനുഷ്യൻ്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതന്റെ അളവിന് തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നത് പൊതുവാന ഭൂമിയിലെ മനുഷ്യൻ ദൂതതുല്യരായിത്തീരുന്നത് കൊണ്ടാണ്. ഏകസ്കൽപ്പത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന യഹോവ ശമ്മ എന്ന നഗരം നിത്യത്തിലെ നഗരത്തെക്കുറിച്ചല്ല. 1000 ആണ്ടുവാഴ്ചയുള്ള ബന്ധത്തിൽ ഇവിടെ സ്ഥാപിക്കപ്പെടാനുള്ള താൽക്കാലിക നഗരിയെക്കുറിച്ചുള്ളതാണ് ഏകസ്കൽപ്പത്തിൽ 48, 30, 35 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുമായി നിത്യതയിൽ കാണപ്പെടുന്ന പുതിയ നിശ്ചയമിൽ യാതൊരു ബന്ധവുമില്ല. ഇപ്പം ഏകസ്കൽപ്പത്തിൽ വായിച്ചിട്ട് അവിടെയും നഗരമുണ്ടല്ലോ, യഹോവ ശമ്മ, യഹോവ അവിടെ എന്നൊക്കെ പറയുന്ന നഗരത്തിൻ്റെ അളവ് എടുത്ത് പിടിച്ചിട്ട് ഇത് ഒരുമിച്ചാണെന്ന് പറയരുത്. അത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ പണിയപ്പെടാനുള്ള വിശുദ്ധ നഗരത്തെക്കുറിച്ചുള്ള അളവ ഏകസ്കൽപ്പത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മളിപ്പോൾ വെളിപ്പാട് പുസ്തകം പറഞ്ഞിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണം. ഇവിടെ തുടർന്ന് പറഞ്ഞ ദൈവനാഥ നീളം ഞാൻ വേഗത്തിൽ വായിച്ചു പോകുന്നത് ഇനി മനസ്സിലാക്കാൻ സാധിക്കും. നീളം സമം വീതി സമം ഉയരം സമം 1200 നാഴിക. 1200 മൈൽ, 1200 നാഴിക എന്ന് പറഞ്ഞാൽ 1200 മൈൽ. അതിനെ നമ്മൾ ഈ കിലോമീറ്ററിലേക്ക് മാറ്റിയാൽ ഏകദേശം 2200 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് കന്യാകുമാരിയിൽ നിന്ന് ഡൽഹി വരെ പോകുന്ന ദൂരം ഏകദേശം 2200 കിലോമീറ്ററാണ്. ഇപ്പം സ്വർഗത്തിൽ നിന്ന് പണിതിറക്കുന്ന ഈ നഗരത്തിൻ്റെ നീളം, വീതി, ഉയരം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ 2200 അതിനെ 200 കിലോമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള ഒരു വലിയ
നഗരത്തെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമോ? ഇന്ന് കാണുന്ന നഗരങ്ങളൊക്കെ നമ്മൾ പറയും വലിയ പട്ടണമാണെന്ന് പറയും. കൊല്ലം പട്ടണം വലുതാണ്, തിരുവനന്തപുരം പട്ടണം വലുതാണ് എന്നൊക്കെ പറയും. നമ്മൾ പറയും ഇതൊക്കെ വലിയ വലിയ പട്ടണങ്ങൾ. ലണ്ടൻ പട്ടണം വലുതാണ്, ചിക്കാഗോ വലുതാണ്, ന്യൂയോർക്ക് വലുതാണ്, പാരീസ് വലുതാണെന്നൊക്കെ പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിനൊക്കെ ഒരു വിസ്തൃതിയുണ്ട്, ഇത്രയേ ഉള്ളൂ. എന്നാൽ ഈ പറയുന്ന സ്വർഗീയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിൻ്റെ നീളവും വീതിയെക്കുറിച്ച് പറയുമ്പോൾ 2200 കിലോമീറ്റർ നീളം, 2200 മീറ്റർ വീതി, 2200 മീറ്റർ ഉയരമുള്ള വലിയ വമ്പൻ സൗധമാണ് ഈ പറയുന്ന നഗരം. അത് ഈ പറയുന്ന കണക്ക് ശരിയല്ല. കാരണം അന്ന് ദൂതൻ്റെ കയ്യിരിക്കുന്ന പൊന്നുകൊണ്ടുള്ള കോലുകൊണ്ട് അളക്കുമ്പോൾ അതിനെ ആ നീളം അനുസരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നവരുടെ ബന്ധത്തിൽ ഇതിനേക്കാൾ എത്രയോ വലുതായിരിക്കും. എന്നാൽ ഏകദേശമായിട്ടുള്ള കണക്ക് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് 2200 കിലോമീറ്റർ നീളവും 2200 കിലോമീറ്റർ വീതിയും 2200 മീറ്റർ ഉയരവുമുള്ള ഒരു നഗരത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞ ലോകത്തിൽ പറയുന്ന ഏറ്റവും വലിയ നഗരങ്ങൾ എടുത്ത് പഠിച്ചാൽ അത് ഇത്ര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കണക്കെടുത്ത് പഠിച്ചോ എത്ര കിലോമീറ്റർ വരുമെന്നുള്ളത് പരിമാണം അറിയാം. 2200 കിലോമീറ്ററാണ്. അതിൻ്റെ ചുറ്റളവ് നോക്കുമ്പോൾ 2200 ഗുണം 4 കണക്കാക്കിയാൽ അതിൻ്റെ പരിമാണം കിട്ടും. ഓക്കെ, ഇതിനെ മുഴക്കണക്കിലേക്ക് പ്രസ്താവിച്ചാൽ 2200 ഗുണം 1000 ഡിവൈഡ് ബൈ 450 സെൻറ്റിമീറ്റർ. അതിനെ നമ്മൾ മനസ്സാക്കിയാൽ ഏകദേശം 49 ലക്ഷം ആണ് മുഴക്കണക്ക്. അതായത് നഗരത്തിൽ ഇന്നത്തെ മനുഷ്യൻ്റെ അളവിൽ ഏകദേശം 49 ലക്ഷം മുഴം നീളവും വീതിയും ഉയരവും ഉണ്ട് സാരം. പക്ഷെ ഇത് നമ്മുടെ ഇന്നത്തെ മനുഷ്യൻ്റെ കണക്കിനനുസരിച്ചുള്ള അളവാണ്. പക്ഷെ ഇതിൽ നിന്ന് വലിയ ഒരളവാണ് ദൂതൻ്റെ മുഴക്കണക്കിൽ നാം നോക്കുമ്പോൾ. പക്ഷെ നമുക്ക് ഇത്രയെങ്കിലും മനസ്സാക്കിയിരിക്കണം, ഏകദേശം 2200 കിലോമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള വലിയ നഗരമാണ് യെരൂശലേം. അതിൻ്റെ തേജസ് എത്ര വലുതാണെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ നഗരത്തെക്കുറിച്ചുള്ള വർണ്ണന ആണ് നമുക്ക് കാണുമ്പോൾ നീളത്തെക്കുറിച്ചും വീതിയെക്കുറിച്ചും ഉയരത്തെക്കുറിച്ചും പറഞ്ഞിട്ടുമുണ്ട്. അളവിൽ ഇവിടെ നാം ചിന്തിച്ചതിനേക്കാൾ എത്രയോ വലുതായിരിക്കും, അതേക്കുറിച്ച് നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കത്തില്ല. എങ്കിലും സമയതിരമായി കിടക്കുന്ന നഗരത്തിൻ്റെ നീളം, വീതി, ഉയരം എന്നതിനെക്കുറിച്ച് ഏകദേശ രൂപമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നഗരത്തിലുള്ള മറ്റു വെളിപ്പെടുത്തലുകൾ തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പഴയ വിശുദ്ധന്മാർ കാത്തിരുന്നത് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന് വേണ്ടിയായിരുന്നു. എബ്രായർക്ക് ലേഖനം 14-10 പറഞ്ഞിട്ടുണ്ട്. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ എന്നാണ് പറയുന്നത്. അത് അവർക്ക് ഒരുക്കിയിരിക്കുന്നു. എബ്രായർ 14-16 പറഞ്ഞിരിക്കുക. അവർ കാത്തിരുന്നത് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. ഈ ദൈവശില്പിയായി നിർമ്മിക്കുന്നതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരം ഏതാകുന്നു എന്നുള്ളത് പഴയ വിശുദ്ധന്മാർ കാത്തിരുന്ന നഗരമാണ് ഇവിടെ ഭൂമിയിലേക്ക്, പുതുവാന ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന നഗരം. അല്ലാതെ അവർ കാത്തിരുന്ന യെരൂശലേം നഗരമായിരുന്നില്ല. യെരൂശലേം ദേവാലയം അതിൻ്റെ കർത്താവ് യേശു ക്രിസ്തു അല്ല അതിന് അടിസ്ഥാനമിട്ട് യെരൂശലേം ദേവാലയം, യെരൂശലേം പണിതിരിക്കുന്നത്. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരം അത് എന്നേക്കുമുള്ള നിത്യതയുള്ള ബന്ധത്തിലുള്ള നഗരമാണ്. അവർക്കായി ഒരുക്കിയിരിക്കുന്നുള്ള വചനത്തിൻ്റെ പൂർത്തീകരണമാണ് നിത്യതയിൽ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിലുള്ള ബന്ധത്തിൽ നിറവേറപ്പെടുന്നത്. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ശ്രേഷ്ഠന്മാരായിരിക്കുന്ന വിശുദ്ധന്മാരുടെ നിത്യതയിലെ നിവാസ സ്ഥലമാണ് ദൈവനഗരം. ജീവനുള്ള ദൈവത്തിൻ്റെ നഗരത്തിൽ നിത്യം പാർക്കുവാനുള്ള പദവി ലഭിക്കുന്നവർ ഈ സ്വർഗീയ തേജസ് പ്രാപിക്കുന്ന, നക്ഷത്ര ചന്ദ്രതേജസ് പ്രാപിക്കുന്നവർ അവർ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ നിത്യം നഗരത്തിൽ വസിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവർ അവർ കാത്തിരുന്നതായിരുന്നു. അപ്പം അതിനകത്ത് പഴയ പുതിയ നിയമത്തിൻ്റെ സ്വർഗീയ തേജസ് പ്രാപിക്കുന്ന വിശുദ്ധന്മാർ നഗരത്തിൽ ഉൾപ്പെടുന്നു. നഗരത്തിൻ്റെ പണിയെ വർണ്ണിച്ചിരിക്കുന്നത് സ്വച്ഛ സ്ഫടിക തങ്കത്തിനോടാണ്. ഇതേത് വസ്തു കൊണ്ടാണ് നഗരത്തെ വീതിയും, അതേ വസ്തു കൊണ്ടാണ് നഗരത്തിലെ വീതിയും പണിയപ്പെട്ടിരിക്കുന്നതാണ് വീതിയുള്ള ബന്ധത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നഗരത്തെ പ്രകാശിപ്പിക്കുന്ന കുഞ്ഞാടാകുന്ന വിളക്കാണ്. അത് നിത്യപ്രകാശമാണ്.
രാത്രി അവിടെ കാണുന്നില്ല. അതിനാൽ സൂര്യചന്ദ്രന്മാർ സൃഷ്ടിയുടെ ആവശ്യം നഗരത്തിന് ആവശ്യമില്ല എന്നുള്ളതും വ്യക്തമാക്കപ്പെടും. കുഞ്ഞാടേന്റെ വിളക്കാണ്. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന്റെ വിളക്കായി വെളിച്ചമായി വന്നു. നിത്യതയിൽ നിത്യപ്രകാശമായിരിക്കുന്ന ക്രിസ്തുവാണ് എൻ്റെ വിളക്ക്. നഗരത്തിലേക്കുള്ള പ്രവേശനത്തിന് അനുമതി ജീവോത്സവത്തിൽ പേരുള്ള നീതിമാന്മാർക്ക് മാത്രമാണുള്ളത്. വേറെ ആരോടും ഇല്ല. അതുകൊണ്ടാണ് ഇവർക്ക് മാത്രമേ ഉള്ളൂ എന്നൊന്നുകൂടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അവർ അവിടെ വസിക്കുന്നവരല്ല, പ്രാകാരമാകുന്ന പുതിയ ഭൂമിയിൽ നിന്ന് വസിക്കുന്നവരാണ്. നഗരത്തിലേക്ക് അവർ വരുന്നത് അവരുടെ മഹത്വവും ബഹുമാനവും ദൈവവും പാകെ കൊണ്ടുവരുന്നതിനാണ്. അപ്പോൾ ഈ ഭൂമിയിലെ രാജാക്കന്മാരാകുന്ന ജാതികളാകുന്ന മനുഷ്യർക്ക് ഈ നഗരത്തിൽ പ്രവേശിക്കാം. പക്ഷേ അവർക്ക് അവിടെ സ്ഥിരവാസമില്ല. അവര് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കണ്ടിട്ട് അവർ പൊതുവാന ഭൂമിയിലേക്ക് തന്നെ ആ പ്രാകാരത്തിലേക്ക് അവർ അവിടെ താമസിക്കേണ്ടവരാകും. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ദൈവത്തിൻ്റെ മുഖം ദർശിക്കുവാൻ കഴിയുന്നു. അപ്പോൾ അവരുടെ മഹത്വവും ബഹുമാനവും ദൈവം പാകെ കൊണ്ടുവരുന്നതാണ്. നമുക്ക് പണ്ട് നമ്മൾ ഇപ്പോൾ ദൈവത്തിൻ്റെ സ്തുതിയും സ്തോത്രമൊക്കെ അർപ്പിക്കുന്നത് നമ്മൾ വാഗൊണ്ട് സംസാരിക്കുന്നത് ദൈവത്തിന് എത്തിച്ചേരുകയാണ്. പക്ഷെ എന്നാൽ അന്നത്തെ പൊതുവാന ഭൂമിയിലെ മനുഷ്യർക്ക് അന്ന് നേരിട്ട് ചെന്നത് സമർപ്പിക്കാൻ കഴിയും. ഇന്ന് ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് അതെ പുനരുത്ഥാനത്തിൻ്റെ ശരീരം പ്രാപിക്കുന്ന ഭൗമിക തേജസ് പ്രാപിക്കുന്ന വിശുദ്ധന്മാർക്ക് അവർ നേരിട്ട് ചെന്ന് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും മഹത്വവും അർപ്പിക്കുവാൻ അവർക്ക് കഴിയും. അതാണ് വ്യത്യസ്തത. ഇപ്പോൾ ഭൂമിയിലായിരിക്കുന്നവർക്ക് ആർക്കും തന്നെ അത് തേജസ്സുള്ള ദൈവത്തിന് അങ്ങനെ നമസ്കരിക്കാനോ അവന് സ്തുതി പുകഴ്ച കൊടുക്കാനോ കഴിയത്തില്ല. എന്നാൽ ഇവർക്ക് അതിനുള്ള അവകാശമുണ്ടായിരിക്കും. നഗരത്തേക്ക് പ്രവേശനം ദൈവവസ്തുപ്പുള്ളവർക്ക് മാത്രമാണ്. നിത്യത്തിലെ മനുഷ്യരാണ് ജാതികൾ എന്ന് പറഞ്ഞിവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം ഒരുവരിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കിയെന്നത് ആദാമിൽ നിന്ന് ജനിക്കപ്പെട്ട സകല മനുഷ്യരെയും കുറിച്ചാണെങ്കിൽ ഒടുക്കത്തെ ആദാമാകുന്ന ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെടുന്ന നീതിമാന്മാരുടെ ഗണത്തെയാണ് ജാതികൾ എന്ന പദപ്രയോഗത്തോടെ ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജാതികളുടെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒടുക്കത്തെ ആദാമാകുന്ന ക്രിസ്തുയേശു രക്തത്താൽ നീതീകരിക്കപ്പെടുന്ന അഥവാ 30 മേനി പ്രാപിക്കുന്ന പുനരുത്ഥാനത്തിൽ ഭൗമിക തേജസ് പ്രാപിക്കുന്നവരെയാണ് ഇവിടെ ജാതികൾ എന്ന പ്രയോഗത്തിലൂടെ അർത്ഥമാക്കിയിരിക്കുന്നത്. ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ ഭൗമ തേജസ് പ്രാപിച്ച് പൊതുവാന ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന ജാതികൾ എന്ന പേരിൽ ഇവരെക്കുറിച്ച് കൂടുതലുള്ള വിവരണം 22-ാം അധ്യായത്തിലെ പുതിയ ആകാശ പുതിയ ഭൂമിയുടെ ബന്ധത്തിൽ അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് നഗരത്തെക്കുറിച്ചും മതിലിനെ കുറിച്ചും ഒക്കെ ആയാൽ അതിൻ്റെ പഠനത്തേക്ക് നമുക്ക് പൂർത്തീകരിക്കണമല്ലോ. അപ്പോൾ ദൈവം നഗരത്തിൻ്റെ അളവുണ്ട്, അതിൻ്റെ തേജസ്സുണ്ട്, പണികാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ ഉണ്ടെങ്കിലും നഗരത്തിൻ്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് യാതൊരു പരാമർശം നടത്തിയിട്ടില്ല. എന്നാൽ എബ്രായ ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന് വേണ്ടി അവർ കാത്തിരുന്നതാണ്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരമുണ്ട്. അപ്പോൾ ഇവിടെ മതിലിൻ്റെ അടിസ്ഥാനം പറഞ്ഞിട്ടുള്ളൂ. യോഹന്നാന് അത് കാണാൻ കഴിയാതിരുന്നു. പക്ഷേ അങ്ങനെ കാണാൻ കഴിയാതിരുന്നുകൊണ്ട് അതില്ലെന്നല്ല. മന്ദിരം അതിൽ കണ്ടില്ല എന്ന് പറഞ്ഞാൽ മന്ദിരം ഇല്ലെന്നല്ല, കാണാൻ കഴിയുന്നില്ല, അകത്തെ കാര്യങ്ങൾ കാണാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് ഇത് ഇല്ലാതാകുന്നില്ല. അപ്പോൾ ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന്റെ അടിസ്ഥാനത്തെ വെളിപ്പെടുത്തുവാൻ കാണുവാൻ യോഹന്നാന്റെ കണ്ണുകൾക്ക് തേജസ്സിന് കാണാൻ കഴിയുന്നില്ല. തേജസ് മുഖാന്തരം കാണാൻ കഴിയുന്നില്ല. പുറമേയുള്ള മതിലിനെ കണ്ടു, ഗോപുരങ്ങളെ കണ്ടു, നഗരത്തിന്റെ അളവ് നോക്കി ഇതാണെന്ന് മനസ്സിലാക്കി അതിന്റെ നീളവും വീതി ഉയരമൊക്കെ അളന്നെടുത്തു. പക്ഷെ അതിന്റെ അകത്തേക്ക് അവന് കാണാൻ കഴിയാത്തതുകൊണ്ട് പറയുക മന്ദിരം അതിൽ കണ്ടില്ല എന്ന് പറയുമ്പോൾ മന്ദിരം അതിലുണ്ട്, പക്ഷെ അവന് തേജസ് കൊണ്ട് കാണാൻ കഴിയുന്നില്ല. അതുപോലെ നഗരത്തിന് അടിസ്ഥാനമുണ്ടത് കാണാൻ കഴിയുന്നില്ല. അവൻ കാണുന്നത് നഗരമതിലിന്റെ അടിസ്ഥാനമാണ് കാണുന്നത്. പക്ഷെ അതൊരു മർമ്മമാണ് പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ട് നഗരത്തിന്റെ അടിസ്ഥാനം, നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ എന്നത് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനെ വിവേചിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം പുതിയ നിയമസഭയാകുന്ന പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ദൈവസഭയ്ക്കുണ്ട്. അപ്പോൾ ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന്റെ അടിസ്ഥാനങ്ങൾ ഏതാണ് എന്നാരെങ്കിലും ചോദിച്ചാൽ അത് രേഖപ്പെടുത്താത്തത് കൊണ്ട് ഞങ്ങൾക്കറിയത്തില്ല എന്ന് പറയുകയല്ല ചെയ്യേണ്ടത്. അത് ദൈവാത്മാവിൽ ആ അടിസ്ഥാനം ഏതാണെന്ന് വെളിപ്പെടുത്തണം. അങ്ങനെ വെളിപ്പെടുത്തണമെങ്കിൽ
അതിന് 24 മൂപ്പന്മാർ ആരാകുന്നു എന്നുള്ള കാഴ്ചപ്പാട് ലഭിച്ചവർക്ക് മാത്രമേ അതിൻ്റെ അടിസ്ഥാനങ്ങളെ വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ. നമ്മൾ ആദ്യം 24 മൂപ്പന്മാരെ കുറിച്ച് പഠിച്ചല്ലോ. 12 അപ്പോസ്തലന്മാരിൽ മാത്രം ഒതുങ്ങിയില്ലല്ലോ. 24 മൂപ്പന്മാരെ കുറിച്ച് പഠിച്ചല്ലോ. അവരാരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. 12 പേർ, കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാർ. 12 പേർ പൗലോസ് ഒരുവനാണ്. 13 പേർ, 11 പേരുടെ പേരുകൾ നമുക്കറിയത്തില്ലത്. ജാതികളെന്ന് ദൈവത്തിന്റെ അപ്പോസ്തലിക പദവിയിലേക്ക് എത്തുന്ന ഗണത്തെയാണ് വെളിപ്പെടുത്തി. 24 മൂപ്പന്മാർ കാണിക്കുന്നത് അപ്പോസ്തലിക പദവിയിൽ എത്തുന്ന മണവാട്ടി സഭയെ പ്രതിദാനം ചെയ്യുന്നു. അപ്പോൾ ഈ അകത്ത് നഗരത്തിന്റെ മണ്ണിരം, നഗരത്തിന്റെ അടിസ്ഥാനങ്ങളുണ്ട്. അതെന്താണെന്ന് കാണാൻ കഴിയത്തില്ലെങ്കിലും അതുണ്ട്. അതിൻ്റെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് വായിച്ചെടുക്കാൻ കഴിയത്തില്ല. അതിൽ ഒരു പേരാണ് പൗലോസിന്റെ പേര് ഇവിടെ രേഖപ്പെടുത്തിയിട്ട് 11 പേര് നമുക്കറിയത്തില്ല. എന്നാൽ നഗരമതിലിനുള്ള ബന്ധത്തിൽ നമുക്ക് 24 മൂപ്പന്മാരെന്നുള്ള ബന്ധം മനസ്സിലായല്ലോ. അപ്പോൾ ഈ 24 മൂപ്പന്മാർ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരെയാണ് പുറമെയുള്ള കാഴ്ചപ്പാടിൽ ആർക്ക് കാണാൻ സാധിക്കുന്നത്? യോഹന്നാൻ അപ്പോസ്തലനെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നഗരമതിലിന്റെ അടിസ്ഥാനം അലങ്കരിച്ചിരിക്കുന്ന 12 രത്നങ്ങളാണ് സൂര്യകാന്തം, നീലരത്നം, മരതകം, മാണിക്യം, മരതകം, നഗവണ്ണി, ചുവപ്പുകല്ല്, പീതരത്നം, ഗോമേതകം, പുഷ്യരാഗം, വൈഡൂര്യം, പത്മരാഗം, സൗന്ദര്യരത്നം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ രീതിയിൽ അങ്ങ് പഠിച്ച് എഴുതുകയാണെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 13-26 വാക്യങ്ങൾ അടിസ്ഥാനത്തിലാണെങ്കിൽ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ, മത്യാസ് എന്ന 12 പേരുടെ പേരുകളാണ്. സൂര്യകാന്തം എന്ന് പറയുമ്പോൾ പത്രോസിനുള്ള ബന്ധത്തിൽ, നീലരത്നം എന്ന് പറയുമ്പോൾ യോഹന്നാനുള്ള ബന്ധത്തിൽ, മാണിക്യം എന്ന് പറയുമ്പോൾ യാക്കോബിനുള്ള ബന്ധത്തിൽ, മരതകം എന്ന് പറയുമ്പോൾ അന്ത്രയോസിനുള്ള ബന്ധത്തിൽ, നഗവണ്ണി എന്ന് പറയുമ്പോൾ ഫിലിപ്പോസുള്ള ബന്ധത്തിൽ, ചുവപ്പുകൾ എന്ന് പറയുമ്പോൾ തോമസിനുള്ള ബന്ധത്തിൽ, പീതരക്തം എന്ന് പറയുമ്പോൾ ബർത്തലോമായി, ഗോമേതകം മത്തായി, പുഷ്യരാഗം അൽഫയുടെ മകനായ യാക്കോബ്, വൈഡൂര്യം എരിവുകാരനായ ശിമോൻ, പത്മരാഗം യാക്കോബിന്റെ മകനായ യൂദ, സുഗന്ധിരത്നം മത്തിയാസ്. അത് മതിലിന്റെ 12 അടിസ്ഥാനങ്ങളാണ്. 12 അടിസ്ഥാനങ്ങൾ. അതിന്റെ 12 അടിസ്ഥാനങ്ങൾ ഞാൻ മതിലിനെ കുറിച്ച് ഇപ്പം പഠിപ്പിക്കുന്നത് നഗരത്തിന്റെ മതിൽ എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഇതേ രക്തങ്ങൾ തന്നെയാണ് ഈ നഗരത്തിന്റെ അടിസ്ഥാനത്തിലുമുള്ളത്. സൂര്യരത്നവും നീലരത്നവും മാണിക്യവും മരതകവും ഒക്കെയാണ്. പക്ഷെ ഇതിൽ എഴുതിയിരിക്കുന്ന പേര്, ഒന്നാമത്തെ ഒരു പേര് സൂര്യകാന്തം എന്ന അടിസ്ഥാനം നഗരത്തിനുമുണ്ട്. ആ പേര് അതിൻ്റെ അകത്ത് എഴുതാം അപ്പോസ്തലനായ പൗലോസ്. ബാക്കി നീലരക്തം, മാണിക്യം, മരതകം, നഗവണ്ണം, ചുവപ്പുകല്ല് എന്ന് പറഞ്ഞിരിക്കുന്ന ബാക്കി 11 രക്തങ്ങൾ എന്തൊക്കെയാണെന്ന പേരവിടെ രേഖപ്പെടുത്തി നമുക്കറിയത്തില്ല. പക്ഷെ നഗരത്തിന് അടിസ്ഥാനമാണുള്ളത്. അത് യോഹന്നാന് കാണാൻ കഴിയാതിരിക്കുന്നെങ്കിലും അടിസ്ഥാനമുണ്ട്. അപ്പോൾ ഈ മതിൽ കാണാൻ സാധിക്കുന്നുണ്ട്, നഗരത്തിന്റെ അടിസ്ഥാനം കാണാൻ കഴിയത്തില്ല. പക്ഷേ നഗരത്തിന് അടിസ്ഥാനമുണ്ട്. അപ്പോൾ ഈ 12 കുഞ്ഞാടിന്റെ അപ്പോസ്തലന്മാർ മതിലിന്റെ അടിസ്ഥാനമാകുമ്പോൾ നഗരത്തിന്റെ 12 അടിസ്ഥാനങ്ങളായിരിക്കുന്ന 12 അപ്പോസ്തലന്മാർ ഉൾപ്പെടുന്നതാണ് 24 മൂപ്പന്മാർ. ഈ 24 മൂപ്പന്മാരാണ് സ്വർഗീയ സിംഹാസനത്തിലിരിക്കുന്നത്. അവരെ നമ്മൾ വെളിപ്പാട് ദിവസം 4-5 അധ്യായങ്ങളിൽ 24 മൂപ്പന്മാരെ കുറിച്ച് പഠിച്ചെങ്കിൽ ഈ വെളിപ്പാട് ദിവസം അവസാനം വരുമ്പോൾ നിത്യതയുള്ള ബന്ധത്തിൽ, വിശുദ്ധ നഗരത്തോടുള്ള ബന്ധത്തിൽ അതിൻ്റെ അടിസ്ഥാനമായിട്ട് നമുക്ക് 24 മൂപ്പന്മാരെ കാണാൻ സാധിക്കും. നഗരമതിലിന്റെ അടിസ്ഥാനം 12, നഗരമതിലിന്റെ അടിസ്ഥാനം 12, നഗരത്തിന്റെ അടിസ്ഥാനം 12, 24 മൂപ്പന്മാർ. കണക്കുകൾ ശരിയാണ്, വ്യാഖ്യാനം ശരിയാണ്, ഒരു തെറ്റുമില്ല. രാത്രി സമയം തീർന്നുകൊണ്ട് ഞാൻ നിർത്തുവാൻ കഥാവിൽ താല്പര്യപ്പെടുകയാണ്. ഇത്രയും പഠിച്ചെങ്കിൽ നഗരത്തിന് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരം, അതിന് അടിസ്ഥാനങ്ങളുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മതിലിൻ്റെ അടിസ്ഥാനങ്ങൾ തന്നെ അത് അകത്തേക്കും പണിതിട്ടിരിക്കുകയാണ്. സൂര്യകാന്തവും ഇവരുടെ 12 അടിസ്ഥാനങ്ങളുണ്ട്. അതിൽ രേഖപ്പെടുത്തിയ പേരുകളുണ്ട്. അതിലൊരു പേര് മാത്രം നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ്. ബാക്കി 11 പേരുടെ പേരുകൾ 24 മൂപ്പന്മാർ പഠിപ്പിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി നമുക്കത് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. അത് കാലാകാലങ്ങൾ ദൈവം എടുത്തിരിക്കുന്ന പേരാണ്. അത് പേരുകൾ അവിടെ ഉണ്ടായിരിക്കും. എന്ന് പറയുന്ന കുഞ്ഞാണ്ട് 12 അപ്പോസ്തലന്റെ പേരെന്ന് പറയുമ്പോൾ പുതിയ പേരായിരിക്കും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പഴയ നമുക്ക് ഗോപുരങ്ങളിൽ 12 ഗോത്രങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട്. ഇവിടെയും എഴുതപ്പെടുന്ന നിത്യയിൽ കാണപ്പെടുന്നുണ്ട്. ആ പേരുകളൊക്കെ അതിൻ്റെതായിട്ട് രീതിയിലുണ്ട്. 10 ദിവസത്തെ പേര് കർത്താവ് മാറ്റി അവനെ
പത്രോസ് എന്ന പേര് ശിമോൻ പേര് മാറ്റി പത്രോസ് എന്നാക്കി. ഞാൻ പറഞ്ഞത് അതൊക്കെ നിത്യതയുള്ള ബന്ധത്തിൽ ദൈവം വരുത്തിയ മാറ്റങ്ങളാണ്. രാത്രി നമുക്ക് ഈ വചന പഠനത്തിലേക്ക് നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പണിതിറങ്ങുന്ന തേജസ്സുള്ള നഗരത്തിൻ്റെ വീതിയും നീളവും ഉയരവും എല്ലാം സമമാണ്, അത് തുല്യമായിട്ട് നിൽക്കുന്നു. അതേക്കുറിച്ച് എഫേസ്യ ലേഖനം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നീളം അതിനെക്കുറിച്ച് നീളത്തെക്കുറിച്ചും വീതിയെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ജ്ഞാനം, അറിവ്, ആഴം, ഇവിടെ ആഴമേ എന്നൊക്കെ ചോദിച്ച് പറഞ്ഞിരിക്കുന്ന വിഷയം ഇതോടുള്ള ബന്ധത്തിലാണ്. ഇന്ന് രാത്രിയിൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്ന നഗരത്തോടുള്ള ബന്ധത്തിൽ അതിന് നീളവും വീതിയും ഉയരവും ഒക്കെ ഉണ്ട്. എന്നാൽ അത് ഏകദേശം ഒരു കണക്ക് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പണിയപ്പെട്ടിരിക്കുന്നത് ജീവനുള്ള കല്ലുകളാകുന്ന വിശുദ്ധന്മാരെ കൊണ്ടാണ് പണിയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നഗരം നിൽക്കുന്നത് കുഞ്ഞാടിൻ്റെ 12 അപ്പോസ്തലന്മാരിലും, അതുപോലെ തന്നെ നഗരത്തിന്റെ മതിൽ നിൽക്കുന്നത് അടിസ്ഥാനക്കല്ലായിരിക്കുന്ന രത്നങ്ങൾ കൊണ്ട് പണിതിരിക്കുന്ന 12 കുഞ്ഞാടിന്റെ അപ്പോസ്തലന്മാരാണെങ്കിൽ നഗരത്തിന്റെ അടിസ്ഥാനങ്ങളായിട്ടിരിക്കുന്നത് ജാതികളെന്ന് വേർതിരിക്കപ്പെടുന്ന ജാതികൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഉൾപ്പെടെ 24 മൂപ്പന്മാരാണ് ഈ പറയുന്ന നഗരത്തിന്റെ അടിസ്ഥാനത്തോടും മതിലുള്ള അടിസ്ഥാനത്തിൽ നിൽക്കുന്നത്. ഇതിനെല്ലാം ചേർത്ത് പണിതിരിക്കുന്ന സകലത്തെയും വഹിക്കുന്നത് കുഞ്ഞാടാകുന്ന കോർണർ സ്റ്റോൺ ആണ്. കുഞ്ഞാടാകുന്ന ജീവനുള്ള കല്ലിനോടാണ് ഈ അടിസ്ഥാന കല്ലുകൾ ചേർന്ന് നിൽക്കുന്നത്. ഒരിക്കലും നാശം വരാത്ത, ഒരിക്കലും ഇല്ലാതായിത്തീരാത്ത വലിയ സ്വർഗീയ നഗരം, ജീവനുള്ള നഗരം പണിയപ്പെടുന്നു. അതിന്റെ അടിസ്ഥാന കല്ല് 2000 വർഷം മുമ്പ് സ്വർഗത്തിൽ നിന്ന് പിതാവാം ദൈവം ഭൂമിയിലേക്ക് അയച്ചവൻ. ജീവനുള്ള കല്ലാണ്. ജീവനുള്ള നഗരം പണിയപ്പെട്ടിരിക്കുന്നത് അടിസ്ഥാനക്കല്ലായിരിക്കുന്ന ക്രിസ്തുവിലാണ്. മതിലും ഗോപുരങ്ങളും എല്ലാം നിൽക്കുന്നത് അതിൻ്റെ അകത്ത് ശോഭിതമായി നിൽക്കുന്ന മന്ദിരമാണ് കർത്താവായ യേശു ക്രിസ്തു. അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുവാനുള്ളവരാണ് മണവാട്ടി സഭ. അതിനെ കാണാൻ കഴിയുന്നില്ല. രാത്രിയിൽ ഈ മർമ്മങ്ങൾ മനസ്സിലായെങ്കിൽ ദൈവം വെച്ചാൽ ബാക്കിയുള്ള ഭാഗം നമുക്ക് തുടർന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചത് നിത്യതയുള്ള ബന്ധത്തിൽ കാണപ്പെടുന്ന ആരൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. നിത്യതയിൽ അവരെവിടെ കാണപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ഈ തുടർന്നുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തി. ഇന്ന് രാത്രിയിൽ ഈ വചനം ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടുമില്ല. രാത്രിയിൽ ചിന്തിച്ചെടുക്കാൻ കഴിയാത്ത വലിയ ആത്മീയ അനുഗ്രഹത്തിന്റെ കലവറ ദൈവം നമുക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്നുണ്ട്. ഒരിക്കലും സ്വർഗീയ വിളിയിൽ നിന്ന് അന്യപ്പെട്ടു പോകാതെ നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സായി, എന്നാൽ അങ്ങ് കരുതി വെച്ചിരിക്കുന്നത് ഒരു ഹൃദയത്തിലും ആർക്കും തോന്നിയിട്ടില്ല, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള വിശുദ്ധ നഗരമായിരിക്കുന്ന അതിൻ്റെ അളവോ കാര്യങ്ങളോ ഒക്കെ ഏകദേശം അറിയത്തുള്ളൂ. എന്നാൽ അത് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നാത്തത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് പ്രാപിച്ചെടുക്കുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ദിവസങ്ങളിൽ നമ്മെ വിളിച്ചിരിക്കുന്ന വിളി സ്വർഗീയ വിളിയായതുകൊണ്ട് അതിനെ അളക്കുന്നത് പൊന്നുകൊണ്ടുള്ള അളവ് കൊണ്ടാണ് അളക്കുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ നമ്മെ ഇവിടെ മുഖത്ത് തുപ്പുമായിരിക്കും, ധിക്കരിക്കുമായിരിക്കും, തള്ളിക്കളയുമായിരിക്കും. എന്നാൽ അളക്കപ്പെടുന്നത് പൊന്നുകൊണ്ടുള്ള അളവ് കൊണ്ടുകൊണ്ട അളക്കുന്നെങ്കിൽ ദൈവം തരാൻ പോകുന്ന ശ്രേഷ്ഠ എത്ര വലുതാണ്. നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണി തേജസ് പ്രാപിപ്പാൻ, സ്വർഗീയ തേജസ് പ്രാപിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന ദൂത് കൈമാറിക്കൊണ്ട് ഇന്നത്തെ ദൈവന പഠനത്തെ വിരാമമിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.